ഹരി ഓം. എല്ലാ സാധകർക്കും ഒരിക്കൽ കൂടി മീ ടു മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ മീ ടു മീ മെഡിറ്റേഷൻ സെൻറ്റർ 18 വർഷത്തോളമായിട്ട് ധ്യാനത്തിൻ്റെ പ്രചരണത്തിനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ധ്യാനഗുരു ശ്രീ അവധൂത് ഗുരുപ്രസാദ് ജിയുടെ നേതൃത്വത്തിലാണ് ഈ ധ്യാന സെൻറ്റർ മുന്നോട്ട് പോകുന്നത്. ഗുരുപ്രസാദ് ജി പറയാറുണ്ട്, നമുക്ക് ധ്യാനം ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയാറുണ്ട്. തുടക്കത്തിൽ നമുക്ക് എല്ലാ സാധകർക്കും അത് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഒരു ധ്യാനഗുരു ധ്യാനം ചെയ്യുവാൻ സാധിക്കില്ല എന്ന് പറയുന്നത്? ധ്യാനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ധ്യാനം നമ്മളിൽ സംഭവിക്കേണ്ടതാണ്. പ്രയത്നിച്ചാൽ അവിടെ ഒരു അസ്വാഭാവികത ഉണ്ടാവും. സ്വാഭാവികതയിൽ നിലനിൽക്കുകയാണെങ്കിൽ ധ്യാനിക്കേണ്ട ആവശ്യവുമില്ല. എല്ലാ പ്രവർത്തനങ്ങളും ധ്യാനത്തിന് വിരുദ്ധമായി മാറും. നമുക്ക് നമ്മുടെ സ്വാഭാവികതയിൽ നിലനിൽക്കുവാനായാൽ നമ്മൾ പൂർണ്ണരാണ്. ഇതാണ് അവധൂത് ഗുരുപ്രസാദ് ജി നമ്മൾ സാധകരോട് നൽകുന്നൊരു സന്ദേശം. ഈ സന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ നമ്മുടെ സത്സംഗത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നത് കാലടിയിൽ ശ്രീ വെങ്കടേശ്വര സ്വാമികളുടെ ഭവനത്തിലാണ്. കഴിഞ്ഞ 2 എപ്പിസോഡുകൾ നമ്മുടെ ഹിമാലയൻ ഗുരുക്കന്മാരോടൊപ്പം എന്ന് പറഞ്ഞ 2 എപ്പിസോഡുകൾ നമ്മൾ ചെയ്തു. അതിൻ്റെ 3ാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്, സത്സംഗത്തിനായിട്ട് ചെയ്യുന്നത്. നമുക്ക് അദ്ദേഹത്തെ നമ്മുടെ സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്തേ. നമസ്തേ നമസ്തേ നമസ്തേ. സ്വാമിജി, അങ്ങേക്ക് ഒരുപാട് മഹത്തുക്കളെ ദർശിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ മഹത്തുക്കളെ ദർശിക്കാമെന്ന് തന്നെ പറ്റുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. ചുരുക്കം പേർക്ക് ലഭിക്കുന്ന ഒരു അവസരമാണത്. അങ്ങനെ പ്രത്യക്ഷത്തിൽ അങ്ങേക്ക് ദർശിക്കാൻ ഭാഗ്യം ലഭിച്ച മഹത്തുക്കളെ അങ്ങേക്ക് സൂക്ഷ്മ രൂപത്തിലും അവരുടെ നിർദ്ദേശങ്ങളും സഹായങ്ങളും ലഭിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് കൂടുതലൊന്ന് വിശദീകരിക്കാമോ? എൻ്റെ ഈ ആത്മീക ജീവിതം എന്നുള്ളത് 1978 മാർച്ച് മാസം 22-ാം തീയതി ഒരു ഫുട്ടിങ് ആയിരുന്നു. അത് ഫുട്ടിങ് എന്ന് വെച്ചാൽ തുടക്കം എന്ന് പറയാം. അന്ന് എൻ്റെ ഗുരുനാഥൻ, എൻ്റെ മെൻറ്റർ എന്ന് ഇംഗ്ലീഷിൽ പറയും, അല്ലെങ്കിൽ മാർഗദർശി എന്ന് പറയുന്ന ഒരു ഹരിഹര വാദ്യാർ. നമ്മൾ ഈ ബ്രാഹ്മിൻസിൻ്റെ ഇടയ്ക്ക് ഈ വാദ്യാർ എന്ന് വെച്ചാൽ പ്രീസ്റ്റ്, ഫാമിലി പ്രീസ്റ്റ് എന്ന് പറയും. പക്ഷേ അത് പൊതുവേ വാദ്യാറിനെ തമിഴിൽ ചൊല്ലാറുണ്ടാകില്ല. വാദ്യാർ എന്ന് പറയും. വൈദികത്തിൽ കൂടുതൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ഈ വാദ്യാർ എന്ന് പറഞ്ഞ ആൾ. പക്ഷേ ഞാൻ പറയുന്ന ഈ ഹരിഹര വാദ്യാർ എന്ന ആൾ വൈദികം മാത്രമല്ല, ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ്. ഫോട്ടോ തരാം. ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ്. അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ ചേട്ടൻ നിന്നും സുബ്രഹ്മണ്യ വാദ്യാർ എന്ന് പറയും കേട്ടറിഞ്ഞത്, കൊച്ചുപ്രായത്തിൽ ഏകദേശം ഒരു 12-13 വയസ്സായി തോന്നും, 7 കൊല്ലം കരമന നദി ഉണ്ടല്ലോ, അതിൻ്റെ പേര് വനമാല നദി എന്ന് പറയും. അത് പുണ്യ നദിയാണ്. എന്തുകൊണ്ട് പുണ്യം എന്ന് പറയാൻ കാരണം അത് സമുദ്ര സംഗമം ചെയ്യുന്ന നദിയാണത്. സമുദ്ര സംഗമം ചെയ്യുന്ന ഏത് നദിയും പുണ്യ നദിയാണ്. ഇപ്പോൾ തിരുവല്ലമുണ്ട്. തിരുവല്ലം എന്തുകൊണ്ട് നമ്മൾ പിതൃകർമ്മ ചെയ്യുന്നു വെച്ചാൽ അതൊരു പുണ്യനദി, അത് സമുദ്ര സംഗമത്തിൽ വരുന്നതാണത്. ഈ ഭാരതദേശത്തുള്ള ഏകദേശം 10, 13, 14 നദികളൊക്കെ സമുദ്ര സംഗമത്തിൽ പെട്ടതാണത്. അതുകൊണ്ടാണ് ഈ പുണ്യനദി എന്ന് പറയാൻ കാരണം. ഇദ്ദേഹം 7 കൊല്ലം രാവിലെ 4 മണിക്ക് ബ്രാഹ്മ മുഹൂർത്തത്തിൽ എണിച്ചിട്ട് ആ നദിയിൽ നടുവിൽ ഈ കഴുത്ത് ഇങ്ങനെ നെക്ക് വരെയുള്ളതിൽ വെള്ളത്തിൽ നിന്നും കൊണ്ട് ഉപാസന ചെയ്തു. ഗായത്രി ഉപാസന ചെയ്തിട്ടുണ്ട്. അതിനെ പുരസ്ചരണം എന്ന് പറയും.
പുരസ്ചരണം എന്ന് പറയും. അത് അക്ഷരലക്ഷം, ഒരു അക്ഷരത്തിന് 1,00,000 വെച്ച് അത് ആവർത്തിക്കണം. അങ്ങനെ ഒരു പ്രാക്ടീസാണ് ഇത്. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത ഒരു മഹാനാണ്. പക്ഷേ ഗ്രാമത്തിൽ അദ്ദേഹത്തിന് ഒരു പുരോഹിതനായിട്ടേ കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ ആത്മീയ ജീവിതം എൻ്റെ അറിവിൽ 99% ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ. വളരെ അപൂർവമായിട്ട് അറിഞ്ഞാൽ 1-2 പേരുണ്ട്. ആ 1-2 പേരിൽ ഒരാൾ ഞാനും കൂടെയാണ്. അപ്പോൾ അദ്ദേഹം ഈ വെള്ളത്തിനടുവിൽ നിന്ന് ഇത് പ്രാക്ടീസ് ചെയ്യും. പിന്നെ ബാലഗണപതി ഉപാസന ചെയ്യുന്ന ഒരാളാണ്. ഇത് ന്യൂ ബോൺ ബേബി, ഗണപതിയുടെ ന്യൂ ബോണിൻ്റെ ഒരു രൂപമുണ്ടല്ലോ, അത് ഉപാസന ചെയ്യുന്ന ഒരാളാണ് ഇത്. ഇദ്ദേഹം ഈ ഗണപതി ഹോമം ചെയ്യാൻ നേരത്തെ ആ ആഹൂതി തന്നെ സ്വാഹാനം ഇട്ട് കൊടുക്കുമ്പോൾ ആ ഗണപതി വാ തുറന്ന് അങ്ങനെ കാണിക്കും. അതിൻ്റെ അകത്ത് അദ്ദേഹം ഇട്ട് കൊടുക്കും. നോർമലി നമ്മൾ ഹോമിക്കുന്നതെന്ന് വെച്ചാൽ സ്വാഹ എന്ന് പറഞ്ഞാൽ ഇട്ടയ്ക്കും. കൊച്ചു പിള്ളേർ കൂട്ടിയിടുമ്പോൾ എന്ത് ചെയ്യും? അത് ആന തുറക്കുമ്പോൾ നമ്മൾ ആന വാ തുറക്കും, അല്ലേ? അറിയാതെ നമ്മൾ വാ തുറക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ തുറക്കുമ്പോഴായിരിക്കും അത് വായ തുറക്കുന്നതായിരിക്കും. രണ്ടും സൈമൾട്ടേനിയസ് ഫങ്ഷനിങ് ആണ്. അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ കൊടുക്കുന്നതായി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ അദ്ദേഹം ചോദിച്ചത്, ഇത്രയ്ക്കും സാവധാനമായിട്ട് സമാധാനമായിട്ട് സ്വാഹ എന്ന് പറഞ്ഞ് കൊടുക്കാൻ കാരണമെന്ത്? പക്ഷേ ഞാൻ ബാക്കിയുള്ള ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട് സ്വാഹ എന്ന് പറഞ്ഞാൽ ഇട്ട് കൊടുക്കും. പക്ഷേ ഇദ്ദേഹം എന്തുകൊണ്ട് അതങ്ങനെ ചെയ്യുന്നില്ലല്ലോ ഞാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, ഞാൻ കൊടുക്കുന്നത് പ്രായമായ ഒരു ഗണപതിക്കല്ല, ഇത് ന്യൂ ബോൺ ബേബി, കൊച്ചു ഗണപതിയാണ്. അപ്പോൾ അതിന് കൊച്ചുങ്ങൾക്ക് എങ്ങനെ ഊട്ടിക്കൊടുക്കണോ അങ്ങനെ കൊടുത്താലേ അത് കഴിക്കും. അപ്പോൾ അതൊരു വരപ്രസാദം. ഇദ്ദേഹം എന്ത് വിചാരിച്ചോ അതപ്പോഴും നടക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഇദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ട് അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു സംഭവിക്കുമ്പോൾ എന്നുള്ള മനസ്സിൽ സംശയമല്ല, പക്ഷെ എന്നാലും അതൊരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. അങ്ങനെ ഗുരുനാഥൻ ഒരിക്കലും കള്ളം പറയാറില്ലല്ലോ, പക്ഷെ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് നമുക്ക് വേണ്ടേ. അപ്പോൾ അതങ്ങനെയാണ് അദ്ദേഹം കൊടുക്കുന്നത്. അപ്പോൾ അത്രയ്ക്കും ഗ്രേറ്റ് തപസ്വിയാണ്. ഈ ജ്ഞാനത്തിന് എന്താണ് എന്നുള്ളതിനെ എന്നെ പഠിപ്പിച്ചിരുന്ന ആദ്യത്തെ ഒരു ടീച്ചറാണ് അദ്ദേഹം. എല്ലാവർക്കും പുരോഹിതനായിട്ട് കണ്ട ആൾക്ക് ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ് ഇദ്ദേഹം എന്നുള്ളത് ആരും മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കുന്ന അവസരം ഇദ്ദേഹം കൊടുത്തിട്ടില്ല. അത് പരമാർത്ഥ സത്യമാണത്. ഇദ്ദേഹം ശരിക്കും മനസ്സിലാക്കിയ ഒരാളാണ് സീതാരാമ അയ്യർ എന്ന് പറഞ്ഞ ഒരു അസ്ട്രോളജർ കരമന ഗ്രാമത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിനറിയാം ഈ ഹരിഹര വാദ്യാർ, ഹരിഹര അയ്യർ ആരെന്നുള്ളത് അറിയും അങ്ങനത്തെ. അപ്പോൾ ഇദ്ദേഹം 1978 എന്നെ ശൃംഗേരിയിൽ കൊണ്ടുപോയിരുന്നു. എനിക്ക് മോസ്റ്റ് ഓഫ് ദ കൂടുതൽ കോണ്ടാക്റ്റും കർണാടകയിലുള്ള ശൃംഗേരി മഠമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് കൂടുതലും ഉണ്ടായിരുന്നു. കാരണം അത് ഒരു തപോഭൂമിയാണ്. ഈ ശൃംഗേരി എന്നുള്ളത് ഒരു തപോഭൂമിയാണ്. ഈ ഋഷി ശൃംഗേരിയുടെ ഫാദർ വിഭാണ്ഡകരൊക്കെ തപസ് ചെയ്ത സ്ഥലമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പുണ്യസ്ഥലത്തിൽ ആണ് ഇവരുടെ ഇപ്പോഴത്തെ ശങ്കരാചാര്യയുടെ ആശ്രമവും ശങ്കരാചാര്യരൊക്കെ വസിക്കുന്നതിലെ. അപ്പോൾ അവിടെയാണ്. അവിടെ ഒരു ഫംഗ്ഷന് പോകാൻ നേരത്തെ എന്നെ കൂടെ കൊണ്ടുപോയിട്ട് വൈകുന്നേരം 4 മണിയോടെ ഫംഗ്ഷൻ തീർന്നപ്പോൾ ഇത് എന്നെ വിളിച്ചുകൊണ്ട് ഈ മഹാന്മാരുടെ സമാധി അവിടെ ഉണ്ട്, അവിടേക്ക് എന്നെ കൊണ്ടുപോകും. എന്നെ കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തിക്കൊണ്ടുവരും. ആദ്യം തുടക്കം എന്നുള്ളത് സച്ചിദാനന്ദ ശിവ അഭിനവ നരസിംഹ ഭാരതി സ്വാമികൾ. അതെ, 33ാമത്തെ ശങ്കരാചാര്യരായിട്ട് ഡെക്കറേറ്റ് ചെയ്ത സ്വാമിജിയാണ്. അദ്ദേഹത്തിനെ കുറിച്ചാണ് ഇത് കൂടുതൽ എങ്ങനെ പറഞ്ഞു തന്നത്. എനിക്ക് തപസ്സിൻ്റെ ഒരു പ്രതീകമാണെന്നുള്ള അദ്ദേഹത്തെ കുറിച്ച് നിറയെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പക്ഷേ 1912 ഇദ്ദേഹം സമാധി ആയിപ്പോയി. നമ്മൾ പോകുമ്പോൾ ഇല്ല, സമാധി സ്ഥലത്തിനാണ് പോയത്. ഇതൊക്കെ എൻ്റെ മനസ്സിന് ഭയങ്കരമായിട്ട് ഒരു എന്താ ചെയ്യുക, എന്നെ വലിച്ചെഴുത്ത് കൊണ്ടുപോയി ആ സ്ഥലത്തേക്ക്. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ അങ്ങനെ 4 സമാധികൾ ഇപ്പോഴും അവിടെ ഇരിക്കുകയാണ്. അവിടെ 3 സമാധികൾ ഇപ്പോഴുമുണ്ട്. ഇത് പറഞ്ഞു തന്നപ്പോൾ അപ്പോൾ എനിക്ക് ഈ ശങ്കരാചാര്യർ എന്ന് വെച്ചാൽ ആര്, ഈ സന്യാസം എന്ന് വെച്ചാൽ എന്ത്, സമാധി എന്ന് വെച്ചാൽ എന്താണ്, ഇതിനെ കുറിച്ചുള്ള ഒരു അറിവ് എനിക്ക് വേണമായിരുന്നു. അതിനെ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി. ആരോട് കേട്ടാൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരും. പക്ഷെ കേട്ടവരൊക്കെ എന്നെ ആരും സപ്പോർട്ട് ചെയ്തില്ല. നിൻ്റെ ഈ പ്രായമല്ല ഇതൊക്കെ കേൾക്കേണ്ട പ്രായം, അതിന് 60 വയസ്സ് വരട്ടെ, 70 വയസ്സാകട്ടെ, ഇപ്പോഴേ എന്തിനും ഇതൊക്കെ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ ടോട്ടലി
ഇതിനും എന്നെ അവിടേക്ക് മാറ്റി. പക്ഷേ എൻ്റെ ഉൾമനസ്സിൽ ഇതേനെക്കുറിച്ച് അറിവ് ഡേ ബൈ ഡേ ജസ്റ്റ് ലൈക്ക് അകത്ത് അങ്ങനെ വളരാൻ തുടങ്ങി, വലിയ വൃക്ഷമായിട്ട് വളരാൻ തുടങ്ങി. അപ്പോൾ ഒരു ദിവസം ഇപ്പം ഇരിക്കുന്ന ഭാരതീയ തീർത്ഥ മഹാസന്നിധാനം എന്ന് പറയും, ഇപ്പം ജീവിച്ചിരിക്കണം 33, 30, 35, 36ാമത്തെ ശങ്കരാചാര്യ ഇപ്പോൾ ശൃംഗേരിയിലിരിക്കണം, നല്ല ഫാറ്റായിട്ടിരിക്കും. അദ്ദേഹം ഒരു സ്ഥലത്തിൽ പൂജ ചെയ്യുന്നുണ്ട്. വെളിയിൽ ക്യാമ്പൊക്കെ പോകുമ്പോൾ ഒരു സ്ഥലത്ത് പൂജ ചെയ്യുന്നുണ്ട്. ആ പൂജയിൽ ഏറ്റവും ഫ്രണ്ടിൽ ഇരുന്ന് ഞാൻ പൂജ കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ഇവരുടെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവ നിവേദിക്കാൻ നേരത്തെ അവർ കർട്ടനിടും. ഈ നിവേദിക്കാൻ നേരത്തെ, കാരണം നിവേദനം ആരും കാണാൻ പാടില്ല എന്നുണ്ട്, അത് അവരുടെ സിസ്റ്റമാണത്. അപ്പോൾ അതുകൊണ്ട് നിവേദനം കൊണ്ടുവരും മുമ്പേ ആ കർട്ടനൊക്കെ ഇട്ടിട്ട് അത് കൊണ്ടുവച്ചതിന് ശേഷം അവർ മണി അടിച്ച് നിവേദിക്കുമ്പോൾ നമുക്കറിയാം അവർ നിവേദനം നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഈ നിവേദനം വെച്ച സാധനങ്ങളെല്ലാം അകത്തേക്ക് കൊണ്ടുപോയതിന് ശേഷം ആ കർട്ടൻ ഇങ്ങോട്ട് മാറ്റും. അങ്ങനെ കർട്ടൻ മാറ്റിയപ്പോൾ ഈ ശങ്കരാചാര്യർ അവിടെ ഇരുന്ന ശങ്കരാചാര്യരല്ല ഞാൻ അവിടെ കണ്ടത്. ഏത് ശങ്കരാചാര്യരാണോ എൻ്റെ ഉൾമനസ്സിൽ ഉണ്ടായിരുന്നോ, ശിവ അഭിനവ നരസിംഹ സ്വാമികൾ, അദ്ദേഹമാണ് അവിടെ ഇരിക്കണം. ഹൗ, എങ്ങനെയാണ് അവിടെ ഇരുന്നത്? ഭാരതീയത്തെ മഹാസന്നിധാനം. പക്ഷെ ഇപ്പം എനിക്ക് ദർശനം തന്നുകൊണ്ടിരിക്കുന്നത് ശിവ അഭിനവ നരസിംഹ സ്വാമികൾ 33ാമത്തെ, ഇപ്പം 36ാമത്തെ സ്വാമികളാണ്. അദ്ദേഹം അവിടെ ഇരുന്നും കൊണ്ടും ഒരു ഭീക്ഷണ ഐസൈറ്റ് ഒരട്ടി എൻ്റെ പുറത്ത് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഒരു ഷോക്ക് അടിച്ചതുപോലെ അതായിപ്പോയി. ആ കണ്ണ് മാത്രം മതി നമുക്ക് കാണാനായിട്ട്. അത് കണ്ടപ്പോൾ ടോട്ടലി ഫെയിൻറ്റഡ്, മയങ്ങിയത് പോലെ. മതിയോ എന്ന് ഒറ്റ ഒരു ചോദ്യം. ആ കണ്ണ് കണ്ട അറിയാം ചോദ്യത്തിന് എന്താണെന്നത്. മതിയോ വാക്കുണ്ടോ നമുക്ക് പറയാനായിട്ട്? നാക്കെല്ലാം കുഴഞ്ഞു പോകുന്നുണ്ട്, ഒന്നും പറയാനില്ല. അങ്ങനെ കണ്ണടച്ചിരുന്നതേ ഉള്ളൂ. അദ്ദേഹം മാറിയതിന് ശേഷം വീണ്ടും ഭാരതീയ മഹാസന്നിധാനമുണ്ട്. അപ്പോൾ അവരെ നമ്മുടെ ഈ ഏക്കം എന്ന് പറയുമല്ലോ, അവർ ഇംഗ്ലീഷ് പറയും ഏക്കം എന്ന് പറയുമല്ലോ, താപം എന്ന് പറയുമല്ലോ, അത് എങ്ങനെയാണോ നമ്മൾ ഒരു ഗുരുവോട് വീക്ഷിക്കുന്നുണ്ടോ അപ്പോൾ ആ പവറുണ്ടല്ലോ അത് എത്തേണ്ട സ്ഥലത്തിൽ എത്തും. എത്തുമ്പോൾ അവർ നമുക്ക് ഒരു അവസരം നമുക്ക് വേണ്ടി കാത്തിരിക്കും. നമുക്ക് ആ അവസരം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് തരും. അങ്ങനെയാണ് ഈ ശിവ അഭിനവ സ്വാമികളുടെ ആദ്യത്തെ മൈ എക്സ്പീരിയൻസ് വിത്ത് ദ ശങ്കരാചാര്യ ശൃംഗേരി അതായിരുന്നു. അപ്പോൾ സൂക്ഷ്മത്തിലും അവർ നമ്മളെ സഹായിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉത്തരമാണ് ഇപ്പോൾ ബാലു ചോദിച്ചതിൻ്റെ ഇത്. മാത്രമല്ല സ്ഥൂലമായിട്ട് ഇരിക്കുന്ന ഒരു ആളും സൂക്ഷ്മത്തിൽ വരാൻ സാധിക്കും എന്നുള്ളതിൻ്റെ വേറെ ഒരു ഇതുകൂടെ, ഒരു എക്സാമ്പിൾ കൂടെ പറയാം. ഞാൻ എന്തുകൊണ്ട് ശൃംഗേരിയെക്കുറിച്ച് കൂടുതൽ പറയാൻ കാരണം വെച്ചാൽ, ശൃംഗേരി ഈസ് ദ എബോർഡ് ഓഫ് തപസ്വിയാണ്. പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും കൊല്ലത്തിന് ഒരിക്കലെങ്കിലും ഹോൾ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ അവിടെ പോയിട്ട് ഈ പിക്നിക് പോലെ അല്ലാതെ ഒരു ദിവസമെങ്കിലും ഒരു രാത്രിയെങ്കിലും ആ പുണ്യഭൂമിയിൽ നിങ്ങൾ കാലടി പടണം. യു ഹവ് ടു ഗോ ദെയർ, വർഷിപ്പ് ദ ശങ്കരാചാര്യന്മാരെ സംസാരിക്കണം നിർബന്ധമൊന്നുമില്ല. കാല് തൊട്ട് നമസ്കരിക്കാൻ പറ്റുമില്ല, ദേ നെവർ അലോ ദാറ്റ്. അത് വേണ്ട, ദൂരെ നിന്ന് അദ്ദേഹത്തിനെ കണ്ടാൽ മതി. ആ പുണ്യത്തിൽ നിങ്ങളുടെ കാല് പൊടുമ്പോൾ അറിയാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടേതായ ചില അറിവുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് 100% ഉറപ്പാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ചന്ദ്രശേഖര ഭാരതി സ്വാമി, അദ്ദേഹത്തിന് പറയണത് അഭിനവ സദാശിവേന്ദ്ര എന്ന് പറയും. അത് കാരണം എന്ന് വെച്ചാൽ ഈ ശിവ അഭിനവ നരസിംഹ ഭാരതി സ്വാമികൾ ഈ പരിസയോഗം എന്ന് പറഞ്ഞിട്ട് ഈ ആയകല 64 ഉണ്ടെന്ന് പറയുമല്ലോ, അല്ലേ? 64 ഉണ്ട്. അതിൽ ഏറ്റവും ദ ഹയ്യസ്റ്റ് ആൻഡ് ടഫസ്റ്റ് ആൻഡ് ഹാർഡസ്റ്റ് എന്നുള്ളത് ഈ പരിസയോഗമാണ്. പ്രാക്ടീസ് ചെയ്യാം. അതിന് സെപ്പറേറ്റ് ഒരു എഫേർട്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്യണം. അതായത് ഈ ശരീരത്തിൽ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഇതേ ശരീരം വേറെ സ്ഥലത്തിലും ഇരിക്കും. ഇതേ ശരീരം
വേറൊരു സ്ഥലത്തിലും അവിടെ ഇരിക്കും. ഒരേ സമയത്തിൽ 2. അതിന് പരസ്യയോഗത്തിൻ്റെ ഒരു പ്രോസസ്സിങ്ങാണ്. ഇതിനിടയ്ക്ക് തിരുനെൽവേലിയിൽ ഈ 2 ശരീരം എന്ന് പറയുന്നുണ്ടല്ലോ, 2 ശരീരമില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യും? ആ പരസ്യയോഗത്തിന് സംശയം ചോദിക്കണം. അപ്പോൾ ഇദ്ദേഹം നേരെ ശൃംഗേരിയിൽ അകത്തിരിക്കുന്ന ശാരദാ ദേവി ഒരു ക്ഷേത്രമുണ്ട്. ഇവർക്ക് ഡയറക്റ്റായിട്ട് ദേവന്മാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഡയറക്റ്റായിട്ട് ഞാനിപ്പോൾ ബാലുവും സംസാരിക്കുന്നു, ഞാനും സ്വാമികളുമായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഫിസിക്കൽ ബോഡിയിൽ ഞാൻ നിങ്ങൾ വേണ്ടി സംസാരിക്കുന്നുണ്ട്, ഇതേ ഫിസിക്കൽ ബോഡി നിങ്ങൾ രണ്ടുപേരും എന്നെ കാണുന്നുണ്ട്. പക്ഷേ ഇവർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇദ്ദേഹം നേരെ പോയത് ശാരദാംബ സന്നിധാനത്തിൽ പോകുന്നുണ്ട്. പോയിട്ട് ശാരദാംബൾ അവിടെ ഇരിക്കണം. ശാരദാംബൾ ഇദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ഒരു ആഹ്ലാദം. കാരണം ഒരു ഭക്തനാണ്. ആ ഭക്തനും ഉപരിയായിട്ട് നിഷ്കളങ്കമായ ഒരു ഭക്തിയും ഒരു സ്നേഹം, സസ്നേഹം. എങ്ങനെ രാമകൃഷ്ണ പരമഹംസരെ കാണുമ്പോൾ കാളിദേവിക്ക് സന്തോഷം വരുന്നുണ്ടോ, ആനന്ദം വരുന്നുണ്ടോ, അതേപോലെയാണ്. അപ്പോൾ ഇദ്ദേഹം വന്ന് ചോദിച്ചത് ഗുരുനാഥർ പറയും, ഇതിൻ്റെ ഉത്തരം, നിൻ്റെ സംശയങ്ങൾ ഉത്തരം എന്നെക്കൊണ്ട് പറയാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യും, നീ ശാരദാംബളോട് ചോദിച്ചു, ശാരദാംബൾ അതിന് ഉത്തരം പറയുന്നറിയാം. അപ്പോൾ എങ്ങനത്തെ ഒരു അതോറിറ്റി ആയിരിക്കണം ഇദ്ദേഹത്തിന് ഗുരു നരസിംഹഭാരതി സ്വാമികൾ ഇത്ര കോൺക്രീറ്റ് ആയിട്ട് പറയുന്നുണ്ട്, നീ ശാരദാംബളോട് ചോദിച്ചാൽ മതി, പറഞ്ഞു തരുന്നുള്ളത്. നമുക്ക് എവിടെ എന്ത് മനസ്സിലാണെന്ന് വെച്ചാൽ ഇവരുടെ വാക്കും ഇവരുടെ തപോ ശക്തിയും ഇവരുടെ തപോ വരുന്നും എത്ര ദൂരം അതിന് എഫക്റ്റ് തരുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ കൊണ്ട് സാധിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ട്രൈ ടു നോ വാട്ട് ഈസ് ദ ട്രൂത്ത്, വാട്ട് ഈസ് ദ ശക്തി ബിഹൈൻഡ് ഓൾ. ഇതിൻ്റെ പിറകെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കൂടെ അതിനെങ്കിലും കുറച്ച് സമയം ചെലവഴിച്ചത് നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ എന്ത് ചെയ്തു, ശാരദാംബൾ എടുത്ത് പോയിട്ട് ചോദിക്കണം, ഇദ്ദേഹം എനിക്ക് പരസ്യയോഗത്തിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം, എനിക്ക് അതിനെക്കുറിച്ച് ഒരു അറിവില്ല, എനിക്ക് അതിന് മാർഗദർശനം തരണമെന്ന് ശാരദാംബളോട് ചോദിക്കണം. ശാരദാംബൾ അവിടെ പ്രത്യക്ഷമാണ് ഇതിനെ കണ്ടപ്പോൾ. അപ്പോൾ ശാരദാംബൾ ഒരേ വാക്കിൽ പറയുന്നുണ്ട്, ഇത് കറക്റ്റായിട്ട് പറഞ്ഞാൽ, ഞാൻ ഇംഗ്ലീഷ് വേർഡ് യൂസ് ചെയ്താലും അവരുടെ ഡയലോഗ് എന്താണെന്നുള്ളത് അത് വേറെയാണ് പറയുന്നത്. ഇത് കറക്റ്റായി നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നെരൂരിൽ സദാശിവ ബ്രഹ്മേന്ദ്രകൾ ഉണ്ട്. തമിഴ്നാട്ടിൽ കരൂർ ഡിസ്ട്രിക്റ്റിൽ നിന്നും 14 കിലോമീറ്റർ ദൂരെ ഒരു നെരൂർ എന്ന് പറഞ്ഞ ഒരു ഗ്രാമമുണ്ട്. അവിടെ സദാശിവ ബ്രഹ്മേന്ദ്രകളുടെ ജീവസമാധി അധിഷ്ഠാനം അവിടെ ഇരിക്കണം. അദ്ദേഹത്തിൻ്റെ പോയിട്ട് നീ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നിനക്ക് കിട്ടും. അതുകൊണ്ട് ഞാൻ പോയി ചോദിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ശാരദാംബൾക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാനുള്ളതേ ഉള്ളൂ. എന്തുകൊണ്ട് സദാശിവ ബ്രഹ്മേന്ദ്രയോട് ചോദിക്കാൻ പറയുന്നു? അപ്പോൾ ശാരദാദേവിക്ക് സദാശിവ ബ്രഹ്മേന്ദ്രകളെ കുറിച്ചുള്ള ആ ധാരണ ഇംഗ്ലീഷിൽ ഒപ്പീനിയൻ പറഞ്ഞാൽ സൂട്ടാവുമോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ സദാശിവ ബ്രഹ്മേന്ദ്രകളുടെ ബ്രഹ്മമാണ്, പരബ്രഹ്മ സ്വരൂപമാണ് അദ്ദേഹം ചോദിക്കാൻ പറഞ്ഞപ്പോൾ ഇദ്ദേഹം ഗുരുവും ഈ സദാശിവ ബ്രഹ്മേന്ദ്രകളെ കുറിച്ച് ഡെയിലി പറഞ്ഞുകൊണ്ടിരിക്കും. ദിവസേന ഒരു അരമണിക്കൂറെങ്കിലും ഈ ബ്രഹ്മേന്ദ്രകളെ കുറിച്ച് ഈ ശിവാഭിനവ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴേ ഇങ്ങേക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ആവല കൊണ്ട് കാണുന്നുള്ളത്. ഇപ്പോൾ ശാരദാംബൾ കൂടെ പറഞ്ഞപ്പോൾ ഇങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞു, എനിക്ക് കണ്ടേ പറ്റൂ. സോ ഇവർക്ക് പിന്നെ മഠത്തിലെന്ന് വെച്ചാൽ പെട്ടെന്ന് അവർക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ്റില്ല. അവർക്ക് കാരണം ആസ് പെർ പ്രോട്ടോക്കോൾ അവർക്ക് എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ മൈസൂർ മഹാരാജാവോട് ഇൻഫർമേഷൻ കൊടുക്കണം. കാരണം അവർ മൈസൂർ മഹാരാജായുടെ ആധീനത്തിൽ വരുന്നതാണ് ശൃംഗേരി മഠം. എവിടെ ടൂർ പോകുന്നതാണെങ്കിലും അവർക്ക് അവിടെ ഇൻഫർമേഷൻ കൊടുക്കണം എന്നുള്ളവരുണ്ട്. 2 സഹപാഠികളൊക്കെ കൊണ്ടുപോകണം, അന്ന് പല്ലക്കാണ്, ഇതുപോലെ പലവിധമായ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സോ അദ്ദേഹം ഒരു വിജയയാത്ര ഫിക്സ് ചെയ്തിട്ട് തമിഴ്നാട്ടിൽ ഓരോ സ്ഥലമായിട്ട് പോയി അവസാനം കരൂരിലേക്ക് വന്നു. കരൂരിലേക്ക് വന്നിട്ട് ആ നെരൂർ ബാർഡർ വരാൻ നേരത്തെ ഈ പല്ലക്ക് മുമ്പോട്ട് പോകുന്നില്ല. ആ പല്ലക്ക് തൂക്കിക്കൊണ്ടവർക്ക് നടക്കാൻ പറ്റുന്നില്ല അവർക്ക്. അപ്പോൾ അദ്ദേഹം മനസ്സിലായി,
അവിടെ ആ പവർ അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി എന്ന് മനസ്സിലായി. കാരണം ഒരു ഗുരുവെ കാണാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെതായ ഒരു മര്യാദ കൊടുക്കണമല്ലോ. ഒരു വളരെ കാഷ്വലായിട്ട് ഒരു വണ്ടിയിൽ ഇപ്പോൾ ഇറങ്ങിയിട്ട് പോകുന്നതല്ലല്ലോ അത്, അല്ലേ? ഇപ്പോൾ ഇദ്ദേഹം ഒരു പല്ലക്കിനെ കീഴെ വെക്കാൻ പറയും. ഇറങ്ങിയിട്ട് അവിടെ നിന്നും ബ്രഹ്മേന്ദ്രയുടെ അധിഷ്ഠാനം വരെ അദ്ദേഹം അടി നമസ്കാരം വെച്ചാണ് പോയത്. ഈ അടി നമസ്കാരം എന്നുള്ളത് നിങ്ങൾ മാനസരോവർ കൈലാസത്തിൽ 34 മൊത്തം 53 കിലോമീറ്ററാണ്. ഈ ടിബറ്റൻസ് എല്ലാവരും കൊല്ലത്തിന് ഒരിക്കൽ ജൂൺ മാസം അടിപ്രദക്ഷിണം വയ്ക്കും. എങ്ങനെ വയ്ക്കുന്നത് വെച്ചാൽ ഈ കാലിൻ്റെ അരഭാഗത്തു നിന്നും ഈ കാലിൻ്റെ പാദത്തിൻ്റെ അരഭാഗം വരെ ടയർ കൊണ്ട് കവർ ചെയ്യും. കാറിൻ്റെ ടയർ ട്യൂബ് ഉണ്ടല്ലോ, ട്യൂബ് കൊണ്ട് കവർ ചെയ്തിട്ട് ഇവർ ഇങ്ങനെ വെച്ചിട്ട് തറയിൽ വീണ് നമസ്കരിക്കും. തിരിച്ചും എണിച്ചിട്ട് വീണ്ടും ഒരടി വെച്ചിട്ട് വീണ്ടും ഇങ്ങനെ വെച്ച് നടക്കും. അപ്പോൾ എത്ര ദിവസം വേണം അത് നമസ്കരിക്കാൻ? ഇതിന് അടിപ്രദക്ഷിണം, അടി നമസ്കാരം എന്ന് പറയും. ഇപ്പോൾ ഗുരുവായൂരിലൊക്കെ പോയ ആളുകൾ പ്രദക്ഷിണം വയ്ക്കുമല്ലോ, ഒരടി വെച്ച് 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 പ്രദക്ഷിണം വയ്ക്കുന്നില്ല. അത് വെറുതെ പാത്രം കൊണ്ട് വെക്കണതില്ലേ, യഥാർത്ഥം ചെയ്യുന്നത് എങ്ങനെയും. ഇദ്ദേഹം എന്ത് ചെയ്തു? അതേപോലെ അധിഷ്ഠാനം വരെ അടി നമസ്കാരം ചെയ്തിട്ടാണ് അധിഷ്ഠാനത്തിലേക്ക് പോകുന്നത്. അവിടെ അധിഷ്ഠാനം കണ്ടപ്പോൾ ഇങ്ങനെ ആനന്ദ പ്രവാഹം. ഇനി ആ സംശയ നിവൃത്തി. അപ്പോൾ 2 ദിവസം കാവേരി, അടുത്ത കാവേരി ഉണ്ട്, കാവേരി ദക്ഷിണ വാഹിനി എന്ന് പറയും. വടക്കിനും കാവേരി ദക്ഷിണ ദിശയിലേക്ക് വരുന്നത് ദക്ഷിണ വാഹിനി എന്ന് പറയും. ഗംഗയുടെ തുല്യമാണെന്നും പറയും. ഗംഗയ്ക്ക് പോകാത്തവർക്ക് ഇവിടെ ചെന്ന് കുളിക്കുകയാണെങ്കിൽ ഗംഗയിൽ കുളിച്ചതിൻ്റെ പുണ്യം കിട്ടുന്നുള്ളത് ഇപ്പോഴും ഇത് 100% ഫാക്റ്റാണ്. അത് അതിന് പുരാണം, ഐതിഹ്യം, ബാക്കി കാര്യങ്ങളൊക്കെ അതാരുടെയൊക്കെ അതിൻ്റെ അകത്തുണ്ട്. ഇദ്ദേഹം കാവേരിയിൽ കുളിക്കും, അവിടെ വന്ന് ധ്യാനം ചെയ്യും. ജലപാനം, ആഹാരം, ഒന്നുമില്ല, അബ്സല്യൂട്ട് ഒന്നുമില്ല. ധ്യാനം ചെയ്യും. 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, അനക്കമില്ല. 3-ാമത്തെ ദിവസം ആകുമ്പോൾ രാത്രിക്ക് അദ്ദേഹത്തിന് ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ശിഷ്യന്മാരെല്ലാം പുറത്താണ് ഇരിക്കുന്നത്, അതിൻ്റെ അകത്തല്ല. അവിടെ ആരും ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും മതിലിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്. അതാണ് ആ സ്ഥലം. ശൃംഗേരിയിൽ ഞാൻ പറഞ്ഞ സ്വാമികളുണ്ടല്ലോ, 36-ാമത്തെ സ്വാമികൾ, ഇതാണ് ആ സമാധി. അപ്പോൾ എന്ത് ചെയ്തു? 3-ാമത്തെ ദിവസം രാത്രി സംസാരം തുടങ്ങി. അപ്പോൾ ഇദ്ദേഹം എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ തിരിച്ച് പറയണമൊന്നും വെളിയിലുള്ള ആൾക്കാർ കേൾക്കുന്നില്ല. കാരണം ഡയലോഗ് സൂക്ഷ്മത്തിൽ വരുന്ന ഡയലോഗ് ആയതുകൊണ്ട് ഒരാൾക്ക് മാത്രമേ കേൾക്കാൻ പറ്റൂ, ആവശ്യപ്പെട്ടവർക്ക്, അല്ലാത്തവർക്ക് കേൾക്കാൻ പറ്റില്ല. ഇതിൻ്റെ നിയതിയാണത്, അതിൽ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ഇദ്ദേഹം പരസ്യയോഗത്തെക്കുറിച്ച് സംശയ നിവൃത്തിയൊക്കെ കിട്ടി. അപ്പോൾ സമാധിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് സംസാരിക്കാൻ പറ്റുമോ? സമാധിയിൽ ഇരിക്കുന്ന ഒരാളോട് സംസാരിക്കാൻ പറ്റുമോ? ഡിഫറൻസസ്. ഇരിക്കുന്ന ആൾക്ക് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളത് ആദ്യത്തെ ചോദ്യം. ഇരിക്കുന്ന ആളോട് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളത് 2-ാമത്തെ ചോദ്യം. ഇത് രണ്ടിനും പറ്റും, ഇറ്റ് ഇസ് പോസിബിൾ. പക്ഷേ അതിന് നിങ്ങൾ തയ്യാറാണോ? അതിന് എന്തൊക്കെ ഡിസിപ്ലിൻ വേണം, എന്തൊക്കെയാണ് നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത്, അത് ആദ്യം മനസ്സിലാക്കുക. എനിക്കവിടെ പോയി സംസാരിക്കാൻ പറ്റില്ല. നമ്മൾ എത്രയായാലും അതിൻ്റെതായ എല്ലാത്തിനും അതിൻ്റെതായ ഒരു തയ്യാറെടുപ്പുണ്ടല്ലോ, അല്ലേ? അപ്പോൾ അതുപോലെ തയ്യാറെടുപ്പുണ്ടെങ്കിലേ പറ്റും എന്നുള്ളത് ഒരു എക്സാമ്പിൾ കൂടിയാണ് ഇത്. അപ്പോൾ ഇദ്ദേഹം സംശയങ്ങളൊക്കെ ചോദിച്ചു, എല്ലാത്തിനും സംശയ നിവൃത്തി കിട്ടിയതിന് ശേഷം അദ്ദേഹം ഒരു വരപ്രസാദം കൂടെ കൊടുത്തു. നീ ഇതിനെക്കുറിച്ച് ഒന്നും വിഷമിക്കേണ്ട, നിനക്ക് വരാൻ പോകുന്ന ശിഷ്യനുണ്ടല്ലോ, അദ്ദേഹം പൂർണ്ണത്വം ഉള്ള ഒരാളാണ്. അദ്ദേഹം പൂർണ്ണത്വം ഉള്ള ഒരാളാണ്. ചന്ദ്രശേഖര ഭാർശ്വം ഇപ്പോഴത്തെ പൂർണ്ണമായിട്ട് ഉള്ള ആളാണ്. അതുകൊണ്ട് നീ ശിഷ്യനെ കുറിച്ച് ഇത് ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് കൂടെ പറയും. കാരണം ഇവർക്ക് ശിഷ്യ പരമ്പര എന്ന് വെച്ചാൽ ശാരദാംബയോടടുത്ത് ചോദിക്കും, കാരണം എനിക്ക് 65 വയസ്സ് കഴിഞ്ഞാൽ അവർ അടുത്ത ശിഷ്യ സ്വീകാരം എടുക്കണം, അത് അവരുടെ റൂളാണ്. അപ്പോൾ അടുത്ത 6 എടുക്കണം ചോദിക്കുമ്പോൾ ശാരദാംബ ചോദിക്കുമ്പോൾ
സാരതാമ്പിൾ പറയും ഇന്ന ആൾ അടുത്ത സെഷനായിട്ട് വരുന്നുള്ള സാരതാമ്പിൾ ഉത്തരവ് കൊടുക്കും. അങ്ങനെയാണ് ഇദ്ദേഹത്തിന് റെഫറൻസ് പേരെഴുതിയിട്ട് മൈസൂർ മഹാരാജാവിന് കൊടുത്തയച്ചിട്ട് ഇദ്ദേഹം സമാധി ആവുകയും ചെയ്തു. അപ്പോൾ ശിഷ്യത്വം കൊടുക്കാൻ ഗുരു ഇല്ലാതായിരുന്നു. അന്ത സ്റ്റോറി. അപ്പോൾ ഒരു സമാധിയിലിരിക്കുന്ന ഒരാളോട് ഇദ്ദേഹം സംസാരിച്ചിട്ട് തിരിച്ചു വന്നു. അപ്പോൾ എല്ലാം കംപ്ലീറ്റ് പൂർണ്ണമായി. അപ്പോൾ ഇത് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സൂക്ഷ്മമായിട്ട് ഇരിക്കുന്ന ഒരാളോട് സ്ഥൂലത്തിൽ വന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ബാലുവിൻ്റെ ചോദ്യത്തിന് ഒരു ഉത്തരം. ഒന്ന്, ആദ്യം എനിക്ക് ദർശനം കിട്ടി. 2, ഇദ്ദേഹം സദാശിവ ബ്രഹ്മേന്ദ്രനുള്ള സംസാരിച്ചതും അത് ഇപ്പോഴും അതിന് ശേഷം ഇദ്ദേഹത്തിന് സദാശിവ പഞ്ചരത്നം സദാശിവ സ്തവം എന്ന് പറഞ്ഞിട്ട് ഒരു ശ്ലോകം ആൺ ദ സ്പോട്ടിൽ എഴുതി 48 ശ്ലോകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ബുക്ക് അവിടെ വെച്ചിരിക്കുക, എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇദ്ദേഹം എഴുതി. ഇപ്പോഴും അത് ശൃംഗേരി മഠത്തിൽ ഡെയിലി ഒരു പാരായണമായിട്ട് അവർ പഠിച്ചുകൊണ്ടിരിക്കാം. പിന്നെ ബ്രഹ്മേന്ദ്രനെ കുറിച്ച് നമുക്ക് ഫർദറായിട്ട് പിന്നെ ഒരു സബ്ജക്റ്റിലേക്ക് വരാം. അപ്പോൾ ഒരാൾക്ക് ഒരേ സമയത്തിൽ 2 ശരീരം ഇരിക്കാൻ പറ്റുമോ എന്നുള്ള ചോദിച്ചാൽ ഇരിക്കാൻ പറ്റും എന്നുള്ളത് ഒരു തെളിവ് വരും. ഇതേപോലെയാണ് ഭാരതീയത്തെ മഹാസ്വാമികൾ, ഇപ്പോഴത്തെ 36ാമത്തെ ശങ്കരാചാര്യർ. ഇദ്ദേഹത്തിനെ ഞാൻ കാണാൻ പോയിട്ട് സദാശിവ ബ്രഹ്മ അധിഷ്ഠാനത്തിൽ ഒരു യാഗം നടത്തണം എനിക്ക്. അപ്പോൾ നടത്താൻ വേണ്ടിയിട്ട് ഒരു പെർമിഷനും അദ്ദേഹത്തിന് ആശീർവാദം അനുഗ്രഹം മേടിക്കാൻ വേണ്ടിയിട്ട് ശൃംഗേരിയിൽ ഞാൻ പോയിരുന്നു. സ്വാമിയോട് പറഞ്ഞു ഇങ്ങനെ ഒരു നടത്തുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം നേരിട്ട് വന്ന് നമ്മൾ അനുഗ്രഹിക്കണം. കാരണം ഇതുവരെ ആരും അങ്ങനെ നടത്തിയിട്ടില്ല. ഈ വേദത്തിൽ 4 വേദമുണ്ട്. ഈ 4 വേദത്തിലും 1131 ശാഖകൾ, ബ്രാഞ്ചസ് ഉണ്ട് അല്ലേ? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്ന് പറഞ്ഞിട്ട് 4 വേദങ്ങളുണ്ട്. അതിൽ യജുർവേദത്തിൽ കൃഷ്ണ യജുർവേദം, ശുക്ല യജുർവേദം എന്ന് 2 എണ്ണമുണ്ട്. സാമവേദത്തിൽ ജൈമിനെ സാമമുണ്ട്, അതുപോലെ കൗതുമ ശാഖ എന്ന് ഒന്നുമുണ്ട്, തലവക്കാര ശാഖ എന്ന് പറയുന്നു. അതുപോലെ 1131 ശാഖകൾ, ബ്രാഞ്ചസ് ഉള്ള വേദമാണ് ഈ വേദം. അതിൽ കന്യാകുമാരിയെ തൊട്ട് കാശ്മീർ വരെ ഞാൻ ട്രാവൽ ചെയ്തു. ഇത് പഠിച്ച പണ്ഡിതന്മാർ എവിടെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഓടി നടന്നു ഇവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓടി അവസാനം 11 പേരെ എനിക്ക് കിട്ടി. ഈ 11 പേരും കൊണ്ട് ഒരു മാസത്തിന് ഒരു ശാഖ വെച്ച് അവിടെ ഹോമം ചെയ്യണം. ഇത് ലോകക്ഷേമാർത്ഥം ചെയ്യാനുള്ളതാണ്. എന്തുകൊണ്ടോ എൻ്റെ മനസ്സിന് ഇത് ചെയ്യാൻ തോന്നാൻ കാരണം ഒരു ചോദ്യം നോർമലി വരും. കാരണം 2012 ഇദ്ദേഹത്തിൻ്റെ സദാശിവ ബ്രഹ്മേന്ദ്രനുള്ള ആരാധന നടക്കുന്നുണ്ട് നെരൂരിൽ. ആരാധന എന്ന് വെച്ചാൽ സമാധി ആയ ദിവസം അദ്ദേഹത്തിൻ്റെ ആരാധന സെലിബ്രേഷൻ ചെയ്യും. സമാധി ദിവസം സെലിബ്രേറ്റ് ചെയ്യും. അതിനായി ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലൊക്കെ പോയി ഇതൊക്കെ വന്നിട്ട് പിന്നെ വൈകുന്നേരം എപ്പോഴും എനിക്ക് തനിച്ച് സമാധിയിൽ ഇരിക്കുന്നത് ഭയങ്കര ആഗ്രഹമാണ് എനിക്കിപ്പോൾ. അപ്പം അന്ന് വൈകുന്നേരം 7 മണിക്ക് ഞാൻ ഈ സമാധിയെ പ്രദക്ഷിണം വയ്ക്കുന്നുണ്ട്. ഒരു പ്രദക്ഷിണം വെച്ചു. 2ാമത്തെ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഇവിടെ ചതുർവേദ പാരായണം നടത്തണം എന്ന് പറഞ്ഞിട്ട് ഒരു ശബ്ദം എനിക്ക് കേൾക്കുന്നുണ്ട്. ഇവിടെ ചതുർവേദ പാരായണം നടത്തണം എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ എനിക്ക് കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ അടുത്ത് ചുറ്റി വേറെ കാരണം 7 മണിക്ക് നടയടയ്ക്കും. അതിൻ്റെ അകത്ത് വേറെ ആരുമില്ല. അപ്പോൾ സൗണ്ട് കേട്ടപ്പോൾ വേറെ ആരുമില്ലായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിന് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ഇത് ആരാ ഇത് പറയണത്? എന്നാലും ഒരു ചെറിയൊരു മനോധൈര്യം നോക്കാം എന്ന് പറഞ്ഞിട്ട് 3ാമത്തെ പ്രദർശനം വയ്ക്കുമ്പോൾ വീണ്ടും അതേപോലെ ഇവിടെ ചതുർവേദ പാരായണം നടത്തണം. കുറച്ചുകൂടി സൗണ്ടിൻ്റെ വൈബ്രേഷൻ കൂടി പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിന് തോന്നി ഇത് ഇദ്ദേഹമാണ് പറയുന്നത്. നമസ്കരിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല, ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ വാക്കുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് വന്നപ്പോൾ എൻ്റെ മനസ്സിന് ഒരു സംശയത്തിന് നിവൃത്തി ഇവിടെ കിട്ടി. കാരണം ശൃംഗേരിയിലെ ശങ്കരാചാര്യർ
ഇദ്ദേഹത്തെ നേരിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഹരീരവാദ്യാർ ശൃംഗേരിയിൽ വെച്ച് എൻ്റെ അടുത്ത് പറഞ്ഞ ഈ കാര്യം, അതിൻ്റെ റിലവൻസ്, ഇദ്ദേഹം ഇവിടെ സംസാരിച്ചതിൻ്റെ കാര്യം, ഇതൊക്കെ അദ്ദേഹം പറഞ്ഞു വരുന്നത് എനിക്ക്. അപ്പോൾ സമാധിയിൽ ഇരുന്ന ഒരാൾ എങ്ങനെ പുറത്ത് മുന്നേ സംസാരിക്കും? എൻ്റെ ഒരു സംശയം, ബലമായ സംശയം. വെറുതെ പറയുന്നതാണോ തോന്നലാണോ ഒരു സംശയമുണ്ടാകും. പക്ഷേ അത് സത്യം എന്നുള്ളത് ഒരു പ്രൂഫാണ് അന്ന് ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് നടത്താൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ട് ഒരു യോഗ്യതയില്ലാതെ ഒരാൾ സദാശിവ ബ്രഹ്മേന്ദ്ര മുമ്പ് നിന്ന് അദ്ദേഹം പറയുമ്പോൾ വാക്കുകളൊന്നുമില്ല, പറയാനും പറ്റിയില്ല, ഒന്നും ചെയ്യാനും പറ്റിയില്ല. കരഞ്ഞു. എനിക്കതിനുള്ള യോഗ്യതയുണ്ടോ? അപ്പോഴാണ് എൻ്റെ ചോദ്യം, ഞാൻ അങ്ങനെ എന്തുണ്ടായിട്ടാണ് എനിക്ക് ഈ അനുഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, എന്ത് ചെയ്തിട്ടാണ്? ഒരു ചോദ്യം, ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമുണ്ട്. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിന്നീട് ഞാൻ മദ്രാസിൽ പോയപ്പോൾ ഒരു സ്വാമിവേദ ഒരാളെ കണ്ടു. അദ്ദേഹത്തെ പറഞ്ഞു, ഈ ചതുർവേദ പാരായണം എങ്ങനെയാണ് എന്താണ് ചോദിച്ചപ്പോൾ, നടത്തണോ ആദ്യത്തെ ചോദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു സദാശിവ ബ്രഹ്മേന്ദ്ര അവിടെ നടത്തണമെന്നുണ്ട്, പേടിക്കേണ്ട, ഞങ്ങൾ 16 പേർ വരും, ഞങ്ങൾ നടത്തിത്തരാം. അപ്പോൾ 2013 ഇദ്ദേഹത്തിൻ്റെ ആരാധനയ്ക്ക് ഈ 16 പേരും വന്ന് ഋഗ്വേദം ഒരു കോർണറിലുമുണ്ട്, യജുർവേദം ഒരു കോർണറിലുണ്ട്, സാമവേദം ഒരു കോർണർ, അതർവേദം ഒരു കോർണർ, 16 വെച്ച് അന്ന് പാരായണം നടന്നു. അപ്പോൾ ഇത് നടത്തി തന്നത് ആര്? അല്ലേ? അപ്പോൾ ഒരു കാര്യം നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ ജസ്റ്റ് ടെലിയും ഓപ്പണായിട്ട് പറഞ്ഞാൽ മതി. സറണ്ടർ ബിഫോർ ദ ഡിവൈൻ ആൻഡ് ടെലിയും ദാറ്റ് ഐ നോ നത്തിങ്. എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ, പറഞ്ഞു തന്നാൽ മതി, ഞാൻ കേൾക്കാൻ തയ്യാറാണ്. പറയാനുള്ള കരുത്ത് വരണ്ടേ, മനസ്സ് വരണം. അവിടെ ഞാൻ വീണുപോയി. അല്ലെങ്കിൽ വലിയ വലിയ മഹാന്മാരും തപസ്വികളും പലവരും സംസാരിക്കാൻ പോയ ആൾക്കാരെയും ഞാൻ കേട്ടിട്ടുണ്ട്, സംസാരിച്ച ആളും ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ഒന്നിനുമില്ലാത്ത ഒരാളോട് സംസാരിക്കുന്നത് എങ്ങനെ പറ്റും? അതിനുശേഷം 2013 ഈ പാരായണം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടി, ഇവിടെ സർവ്വശാഖാ പാരായണം നടത്തണം കിട്ടി. അടുത്ത ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടി, ഈ സർവ്വശാഖാ പാരായണം നടത്താൻ ഈ പഠിച്ചവരെ, എല്ലാ വേദം പഠിച്ചവരെ കൊണ്ടുവരണ്ടേ. അപ്പോൾ ഒരു മാസത്തിന് ഒരു ശാഖ വെച്ച് ഒരു കൊല്ലത്തിൽ 11 ശാഖ പാരായണം നടത്താൻ തുടങ്ങി. ഓരോ ദിവസം രാവിലെ 7 മണിക്ക് അദ്ദേഹം സമാധിയിൽ ചെന്ന് പറയും, ഇന്നൊക്കെ ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ പറഞ്ഞു തരണമെന്ന് പറയും. മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹം പറയും, ഇല്ലെങ്കിൽ മൗനമായിട്ടിരിക്കും. അതിനെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വൈകുന്നേരം 7 മണിക്ക് തിരിച്ച് സമാധിയിൽ പോയിട്ട് പറയും, ഇങ്ങനെയൊക്കെ സംഭവിച്ചുണ്ട്, എന്തെങ്കിലും തെറ്റുകുറ്റുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം, ഞാൻ തിരുത്തിക്കോളാം എന്ന് പറയും. ഞാൻ അങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ പറയും. തെറ്റുണ്ടെങ്കിൽ അങ്ങേറ്റ് സംസാരിക്കും, ഇല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ടിരിക്കും. ഇത് 2019 ആഗസ്റ്റ് മാസം വരെ തുടർന്ന് നടന്നു. അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടി. പക്ഷേ ഇത്രയ്ക്കും എനിക്ക് എന്ത് വേണമെന്നുള്ള ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചിട്ടില്ല, എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിന് സംസാരിച്ചിട്ടില്ല. ഒറ്റ വസ്തു ചോദിച്ചില്ല, ചോദിക്കാൻ മനസ്സ് സമ്മതിച്ചിട്ടില്ല. എന്ത് ചോദിക്കണം? സ്വാമി വിവേകാനന്ദർ പെട്ടെന്ന് അങ്ങയുടെ അച്ഛൻ ഫാദർ മരിച്ചു പോയപ്പോൾ കുടുംബം ഗതിയില്ലാതായിപ്പോയി. അപ്പോൾ രാമകൃഷ്ണ പരമഹംസർ ചോദിക്കണേ, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കാളിയോട് ചെന്ന് ചോദിച്ചാൽ മതി, എല്ലാം തരും. ഇത് ചോദിക്കണം, അത്രയേ ഉള്ളൂ, ഒക്കെ കാളി തരും എന്ന് പറയും. അപ്പോൾ ഇദ്ദേഹം വളരെ സന്തോഷമായിട്ട് കാളിയത്ത് മുംബൈ ചെന്ന് നിൽക്കും. മുംബൈ ചെന്ന് നിന്നിട്ട് അങ്ങനെ ഒന്നും ചോദിക്കാൻ മനസ്സൊരുമില്ല. അതേപോലെ അദ്ദേഹം തിരിച്ചു വരും. 2-3 പ്രാവശ്യം ആയപ്പോൾ തിരിച്ചു വരും. അപ്പോൾ രാമകൃഷ്ണ പരമഹംസർ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കും, കൂടെ കാളിയും കൂടെ ഇരിക്കുന്നുണ്ട്.
ഒന്നും ചോദിക്കാതെ തിരിച്ചു. എന്താ ചോദിക്കാത്തെന്തേ, പോയി ചോദിച്ചിട്ട് വാ എന്ന് പറയും. വീണ്ടും പോകും, വീണ്ടും തിരിച്ചു വരും. ചോദിക്കാൻ മനസ്സോടും. കാരണം നമുക്ക് ഉള്ളിൽ ആവശ്യമുള്ളത് ഇതല്ല. കാളിക്കറിയാം, ബ്രഹ്മയെന്നുള്ളറിയാം, എനിക്ക് എന്ത് വേണമെന്നുള്ള അദ്ദേഹം അറിയാം. അതുകൊണ്ടല്ലേ ആ ചോദിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഇന്ന് കൊണ്ടെത്തിക്കണം. അല്ലെങ്കിൽ 2 കോടി രൂപ പിടിച്ചോ, ഒരു ലാട്ടി ടിക്കറ്റ് എടുത്താൽ മതി. എനിക്ക് പണമാണ് ആവശ്യമുണ്ടെങ്കിൽ പണം എനിക്ക് കിട്ടും, പ്രതാപമാണ് ആവശ്യമുണ്ടെങ്കിൽ പ്രതാപം എനിക്ക് കിട്ടും. എനിക്കതെല്ലാം വേണ്ടെന്നുള്ള അദ്ദേഹത്തിന് അറിയാമുള്ളത് കൊണ്ടല്ലേ എന്നെ ഇത്രയ്ക്ക് ആക്കിയത്, എന്നെ കളിപ്പിച്ചത് അല്ലേ. അപ്പം ഞാൻ സ്വീകരിക്കാം. പക്ഷേ ഒരു സന്തോഷം എന്ന് വെച്ചാൽ സംസാരിക്കാൻ പറ്റാത്ത ഒരാളോട് 7 കൊല്ലം സംസാരിക്കാനുള്ള അവസരം കിട്ടിയതെന്ന് വെച്ചാൽ എത്ര കോടി ജന്മ പുണ്യം ഞാൻ എടുത്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ കണക്കറിയാത്തൊരവസ്ഥയിലായിരുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ബാലു ചോദിച്ചപോലെ സൂക്ഷ്മത്തിലും ഒരു ഗുരു നമുക്ക് വേണമെങ്കിൽ സഹായിക്കാൻ പറ്റും, സഹായിക്കുന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം ഇതായിരുന്നു. അതിനുശേഷം ഇപ്പോഴും നമ്മുടെ ഭാരതദേശത്തുള്ള എല്ലാ ശങ്കരാചാര്യന്മാരും സഹസ്രബ്രഹ്മേൻ്റെ അടിസ്ഥാനത്തിൽ പോയിട്ട് ഒരു ദിവസത്തെ ഒരു നേരത്തെ പൂജയെങ്കിലും അവർ ചെയ്തു പോകാറുണ്ട്. പക്ഷേ ഇതിൽ ഒരു എക്സെപ്ഷണൽ കേസ് എന്ന് വെച്ചാൽ പൊതുവേ ശങ്കരാചാര്യ എല്ലാവരും അവരുടെ ഗുരുവിൻ്റെ അധിഷ്ഠാനം മാത്രമേ പോകും. ഇത് എല്ലാവർക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അവരുടെ ഗുരുവിൻ്റെ അധിഷ്ഠാന സമാധിയിൽ പോവുക, സമാധിയിൽ പോയിട്ട് ഗുരുവിൻ്റെ പൂജ ചെയ്യുക. പക്ഷേ എല്ലാവരും ശങ്കരാചാര്യ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ബ്രഹ്മേന്ദ്രയുടെ അധിഷ്ഠാനം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ്സ് ഒരു കോമൺ ഫാക്ടർ എന്ന് വെച്ചാൽ ശൃംഗേരിയുടെ 32ാമത്തെ ഗുരു ഒരു സ്റ്റാൻഡിങ് സംഘം പഠിച്ചിട്ടുണ്ട്. അതർ ദാൻ ശൃംഗേരിയുടെ ഗുരുസ്ഥാനം അല്ലാതെ ഇവർക്ക് എല്ലാവർക്കും ബ്രഹ്മേന്ദ്ര അധിഷ്ഠാനത്തിൽ പൂജ ചെയ്യണം. ഒരു വിജയയാത്രയിലെങ്കിലും ഇവർ അവിടെ പോയി പൂജ ചെയ്യണം എന്നുള്ളത് അവിടെ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ പോലെ അവർ എഴുതി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും ഇവരവിടെ പോയി പൂജ ചെയ്യാറുണ്ട്. ഇതൊരു എക്സെപ്ഷൻ. ബാക്കി ശങ്കരാചാര്യ പൂജ ചെയ്യില്ല, അവിടെ പോയി തൊഴുതിട്ട് വരും, 2 പൂവൊക്കെ ഇട്ടാലും. പൂജയായിട്ട് ഗുരുപൂജ ചെയ്യുന്നത് ശൃംഗേരി ഇപ്പോഴും ചെയ്യുന്നു. അതിൻ്റെ ക്ലിപ്പ് എടുത്തു ചെയ്യുന്നുണ്ട് അത്. സോ അത് അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ കാരണം ദ റിലേറ്റീവ് ഫങ്ഷൻ, റിലേറ്റീവ് പവർ ഓഫ് ദ പർട്ടിക്കുലർ പ്ലേസ്, അതാണ് അതിൻ്റെ കാര്യമുള്ളത് മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം. അപ്പോൾ ഇപ്പോൾ ബാലു ചോദിച്ചതുപോലെ സൂക്ഷ്മത്തിലും ഒരു ഗുരു എങ്ങനെ ഇത് പ്രവർത്തിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു ഇതായിരുന്നു. അടുത്തത് ഞാൻ ഈ ഹോമം ചെയ്യാൻ വേണ്ടിയിട്ട് ഭാരതീയ മഹാസന്നിധാനത്തിൽ ചെന്ന് പറയണം. അപ്പം അദ്ദേഹം പറയുന്നത് ചെയ്യുന്നത് വളരെ നല്ല കാര്യം. കാരണം ഇതുവരെ ഇത്ര ശാഖയ്ക്കുള്ള ഒരേ സ്ഥലത്തിൽ വലിയ മഹാന്റെ സന്നിധിയിൽ ആരും ഹോമം ചെയ്തിട്ടില്ല. അത് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്തതുകൊണ്ട് എൻ്റെ പരിപൂർണ അനുഗ്രഹം അദ്ദേഹത്തിനുണ്ട്. നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് അനുഗ്രഹിച്ചു. പക്ഷെ അവിടെ എൻ്റെ ഒരു അഭ്യർത്ഥന എന്തായിരുന്നു വെച്ചാൽ അത് മാത്രം പോരാ സ്വാമികളെ, ഇദ്ദേഹം അവിടെ വരണം. ഇദ്ദേഹം അവിടെ വന്ന് പ്രത്യക്ഷമായിട്ട് അത് അനുഗ്രഹിക്കണം. അതാണ് വേണ്ടത് എനിക്ക്. ഞാൻ അതിനാണ് ഇദ്ദേഹം വെച്ചത്. സാധാരണമായിട്ട് ഈ ശങ്കരാചാര്യരുടെ ഒരു കൂട്ടം, ഒരു ബാച്ച്, ഒരു സംഘം, ഒരു കമ്മിറ്റി മെമ്പേഴ്സ് ഒന്നിച്ച് പോയാണ് അവർ ഇൻവൈറ്റ് ചെയ്യും. ഒരു 5-6 പേർ കൂടെ പോയിട്ട് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ദക്ഷിണയും താമ്പൂല ബാക്കി കാര്യങ്ങളും വസ്ത്രമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ പോയത് വെറും എംപ്റ്റി ഹാൻഡാണ്. കാരണം എന്തോ എൻ്റെ മനസ്സിൽ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റും എന്നുള്ള ഒരു തോന്നൽ. അവിടെ ഞാൻ ആസ് പെർ പ്രോട്ടോക്കോൾ ഒരു ഗുരുവെ കാണുമ്പോൾ അങ്ങനെ വേണം പോകണം എന്നൊക്കെ പറയും. കയ്യിൽ തേങ്ങയും പഴമും വസ്ത്രമും കുറച്ച് ഗുരുദക്ഷിണമായി കൊണ്ടുപോകും. ഞാൻ വെറും കടലാസ് മാത്രം, പ്രോഗ്രാമുള്ള കടലാസ് മാത്രമായി ഞാൻ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന് കയ്യിൽ കൊടുത്തു. അദ്ദേഹം മുഴുവൻ വായിച്ചു നോക്കി. ഇത് വളരെ സന്തോഷം, ഇതുവരെ ബ്രഹ്മേന്ദ്ര അധിഷ്ഠാനത്തിൽ നടത്തിയിട്ടില്ല, ആദ്യമായി നടത്തണം, എൻ്റെ പരിപൂർണ ആശീർവാദം ഉണ്ടെന്ന് പറയും. ഞാൻ പറഞ്ഞ ആശീർവാദം അങ്ങനെ പറഞ്ഞാൽ പോരാ, ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ വേണം, അത് എനിക്ക് തന്നെ പറ്റുമെന്നുള്ളൂ. അവനെയും ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഞാൻ വരുന്നത് ശ്രമമുള്ള ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം വെച്ചാൽ ഒരു ശങ്കരാചാര്യ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ അവരുടെ 10-30 പേർ തൊട്ട് പിറകെ പോകും. കാരണം അദ്ദേഹത്തിൻ്റെ പൂജാ കാര്യങ്ങൾ കൊണ്ടുപോകണം,
അദ്ദേഹത്തിന് വേണ്ട ആഹാര പദാർത്ഥങ്ങൾ ചെയ്യണം. നമ്മൾ റെഡിയാക്കി അവർ കഴിക്കില്ല. അവർക്ക് അവരുടേതായ ചില സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട്. വി ഷുഡ് റെസ്പെക്ട് ഇറ്റ്. അപ്പോൾ ഉണ്ട്. അപ്പോൾ അതിന് 4 പേർ പോകണം. അദ്ദേഹത്തിന് പൂജാകളിൽ ചെയ്യണം, ധ്യാനം ചെയ്യണം, ഒരുക്കങ്ങൾ ചെയ്യണം, അത് ഇരിക്കാനുള്ള അക്കോമഡേഷൻ ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. സോ വലിയൊരു പ്രോസസ്സിംഗ് ആണത്. അത് എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് അത് പറയാതെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്യാം. ഈ 5 വിരൽ ഇങ്ങനെ വെച്ചു നെഞ്ചത്ത് വെച്ച് പറഞ്ഞു, ഞാൻ അനുഗ്രഹിക്കാം, നല്ല രീതിയിൽ വരട്ടെന്ന് പറഞ്ഞു. ശരി, ഉള്ളത് കൊണ്ട് ഓണമെന്ന് പറയുമല്ലോ നമ്മൾ സാധാരണ പറയും. അത് ഞാനും സന്തോഷമായിട്ട് എന്ത് ചെയ്തു, കെയിം ബാക്ക് നെറൂർ വന്നു. ഏപ്രിൽ മാസം 17-ാം തീയതി സാമവേദത്തിൻ്റെ ഹോമം നടക്കുന്നുണ്ട്. ഗൗതമ ശാഖയുടെ ഹോമം, സംഗീത ഹോമം എന്ന് പറയും അതിൻ്റെ പേര്. അന്ന് നടക്കുന്നുണ്ട്. 17-ാം തീയതി തിങ്കളാഴ്ചയുടെ അന്ന് ഹോമം നടക്കുന്നുണ്ട്. അപ്പോൾ ഹോമശാലയിൽ ആ ഗുരുനാഥനാണ് പ്രത്യക്ഷമായിട്ട് ഇരുന്ന് ആഹൂതി ചെയ്യുന്നത് കർത്ത. സങ്കല്പം ചെയ്യുന്ന വേറെയുള്ളതായിരിക്കും. സങ്കല്പം ചെയ്തിട്ട് അദ്ദേഹം ആചാര്യ മുഖേന കർത്തും യോഗ്യത സിദ്ധിയ അനുഗ്രഹം എന്നൊക്കെ പറയും. അപ്പോൾ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയുമ്പോൾ എല്ലാവരും തഥാസ്തു എന്ന് പറയുമ്പോൾ അങ്ങനെ അതിനെ ആയിക്കോട്ടെ, അതിൻ്റെ മീനിങ് എന്ന് പറയും. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഹോമം ചെയ്തപ്പോൾ പെട്ടെന്ന് ആ യാഗശാലയിലെ എൻട്രി നോക്കുമ്പോൾ ഭാരതി അവിടെ നിന്ന് അകത്തേക്ക് കയറി വന്നു. വളരെ ഫാസ്റ്റായിട്ട് നടന്നു പറഞ്ഞു. എനിക്ക് സത്യമാണോ, എൻ്റെ കൽപ്പനയാണോ, ഹലൂസിനേഷൻ എന്ന് പറയും, റോങ് ഇമാജിനേഷൻ, തെറ്റായ ഒരു കൽപ്പന എന്ന് പറയുമല്ലോ, ഹലൂസിനേഷൻ പറയും. ഇമാജിനേഷൻ ഉള്ളത് നമ്മുടെ മനസ്സുകൊണ്ടു കൽപ്പന ചെയ്യുന്ന ഒരു കാര്യം ഇമാജിനേഷൻ പറയും. അദ്ദേഹം നേരെ അകത്തേക്ക് പറഞ്ഞു. ഞാൻ ആസനത്തിൽ ഇരുന്ന് ആൾക്ക് എനിക്ക് എണിക്കാൻ പറ്റുന്നില്ല. സ്വാഗതം പറയണ്ടേ, ഗുരുനാഥൻ വന്നിട്ടുണ്ട്. സൂക്ഷ്മത്തിൽ എൻട്രി ചെയ്ത ഗുരു സ്ഥൂലത്തിലേക്ക് മാറിക്കൊണ്ട് വരുന്നു. വരുമ്പോൾ തന്നെ സ്ഥൂലമായിട്ട് മാറി വരും. എൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ എനിക്ക് സ്വാഗതം പറയാൻ പറ്റുന്നില്ല. നാവൊക്കെ കുഴഞ്ഞു പോകുന്നുണ്ട്. തറേന്ന് എണിക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യണം? ആകെ ഒരു സെക്കൻഡിൽ ടോട്ടലി ഫെയിൻഡ്, ഒരു മയക്കമായിട്ട് ഒരു കലങ്ങി പോകുമെന്ന് പറയാനുള്ള ഒരു അവസ്ഥ ആയിപ്പോയി. സ്ഥൂലത്തിൽ വന്ന് അദ്ദേഹം അടുത്ത് നിന്നിട്ട് ആ ആഹൂതി ഇങ്ങനെ 2 കൈ കൊണ്ട് അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് തിരിച്ച് കുറച്ച് പോയപ്പോൾ ഈ ഇമ്മീഡിയറ്റ്ലി ഡിസപ്പിയർഡ് ഫ്രം ദ പ്ലേസ് ആയിപ്പോയി. അപ്പോൾ ഒരു സെക്കൻഡ് ആ ഒരു ഇങ്ങനെയൊക്കെ മഹാന്മാരൊക്കെ ചെയ്യാൻ പറ്റുമോ? അത് കാണാനുള്ള അവസരം എനിക്ക് കിട്ടിയത് സത്യമാണോ എന്നൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു. പക്ഷെ അത് സത്യമാണെന്നുള്ളത് പിന്നീടുള്ള ഒരു അനുഭവം കൊണ്ട് കിട്ടി. പക്ഷേ ഇവർ നമ്മുടെ ആത്മാർത്ഥതയായിട്ടുള്ള ഒരു അഭ്യർത്ഥനയ്ക്ക് വില കൽപ്പിക്കേണ്ടത് ആ ഗുരുവിൻ്റെ ധർമ്മമാണ്. ഗുരുവിൻ്റെ ധർമ്മം അവർ ചെയ്തിരിക്കും. അതിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലെന്നേ ഞാൻ പറയും. കാരണം എൻ്റെ അനുഭവമാണിത്. അപ്പോൾ ഇത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ശങ്കരാചാര്യൻ നമ്മുടെ ഭൂമിയിൽ ഇപ്പോൾ ഇരിക്കണം, ജീവിച്ചിരിക്കണം. ഒരു നോക്ക് എല്ലാവരും കൂടെ അങ്ങനെ കണ്ട അദ്ദേഹത്തിന് അനുഗ്രഹം കിട്ടും. ഇത് ക്യാൻവാസിങ് അല്ല, ഇത് ശൃംഗേരിക്ക് വേണ്ടിയോ ബാക്കി ആൾക്കുള്ള ക്യാൻവാസിങ് അല്ല ഞാൻ ചെയ്യുന്നത്. നമുക്ക് ഇതേ ഇരിക്കുമ്പോൾ കണ്ട അതിൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടിക്കൂടെ, നമുക്കത് അനുഭവിച്ചൂടെ? അത് മാത്രമേ പറ്റുമെങ്കിൽ പോവുക, അല്ലെങ്കിൽ ഇരുന്ന സ്ഥലത്ത് നിന്നും ധ്യാനം ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇതാണ്. അപ്പോൾ ബാലു ചോദിച്ചിട്ടുണ്ട്, സൂക്ഷ്മത്തിലും അവർ നമ്മളെ സഹായിക്കും എന്നുള്ളതിൻ്റെ ഒരു ഇതും ഉണ്ടായിരുന്നു. സൂക്ഷ്മത്തിലും ഒരു സമാധിയിലിരിക്കുന്ന ഒരാൾ സംസാരിക്കാൻ പറ്റുമോ
എന്ന് പറയുന്നത് 7 കൊല്ലം എന്നെക്കൊണ്ട് സംസാരിക്കാൻ സാധിച്ചു. പക്ഷെ അത്രയ്ക്കുള്ള യോഗ്യത ഞാൻ സമ്പാദിച്ച് വെച്ചിട്ടുണ്ടോ? 0 ആണ്. വെരി ബിഗ് 0. പൊട്ട പൂജ എന്ന് പറയുമല്ലോ, ഒന്നുമില്ല. വെരി ഹാളോ, പൊള്ളയാണ്. പക്ഷെ എങ്ങനെ ഞാൻ സംസാരിച്ചെന്ന് വെച്ചാൽ ഇപ്പോഴും എനിക്ക് അതിന് ഉത്തരമില്ല. എന്നോട് ചോദിച്ചാലും എനിക്ക് ഉത്തരം തരാനായിട്ട് ഒന്നുമില്ല. എന്തോ അന്ന് സംഭവിച്ചു, അത് മാത്രമേ എന്നെക്കൊണ്ട് പറയാൻ പറ്റുമെന്നല്ലാതെ ഐ ഹാവ് നോ ആൻസർ ടു യുവർ ക്വസ്റ്റ്യൻ. നിങ്ങൾ സംശയം നോക്ക്, അത്രയേ ഉള്ളൂ. പക്ഷേ ഇനി ഈ സമാധിയിൽ ഇരിക്കണവർ സംസാരിക്കുമോ എന്ന് ചോദിച്ചാൽ വേറൊരു അനുഭവം കൂടെ ഞാനൊരു പറയാം. കർണാടകയിലെ ബനാവര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ബനാവര എന്നൊരു സ്ഥലം. അവിടെ കൃഷ്ണ യോഗീന്ദ്ര സരസ്വതി എന്ന് പറഞ്ഞൊരു ഒരു സ്വാമിജി. ഈ കൃഷ്ണ യോഗീന്ദ്ര സരസ്വതി സ്വാമിജി ആരാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രിഫിക്സ് ആയിട്ട് ഒരു ഇൻസിഡൻറ്റ് പറയാം. ചക്രായപട്ടണത്തിലെ അഗ്രഹാരത്തിൽ ഇരിക്കുന്ന ഒരു അവധൂതരായിരുന്നു ശ്രീ വെങ്കടാചല അവധൂത സ്വാമികൾ. ചിക്കലമംഗലൂർ ഡിസ്ട്രിക്റ്റിലെ ചക്രായപട്ടണ ഒരു ഗ്രാമം, അവിടെ ഒരു അവധൂതർ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് വെങ്കടാചലയ അവധൂത എന്നുള്ളത്. ഇദ്ദേഹത്തിനെ കുറിച്ചാണ് ഞാൻ ഇതിന് മുമ്പെയുള്ള എപ്പിസോഡിൽ പറഞ്ഞ ഒരു രാഘവാചാര്യ എന്ന് പറയുന്ന ഒരാൾ ഇദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഇദ്ദേഹം കൊണ്ട് അവധൂതരായിട്ട് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിനെ കാണാനായിട്ട് ഞാൻ ചക്രായപട്ടണ അഗ്രഹാരത്തിൽ ഞാൻ അവിടെ പോയി. ആദ്യത്തെ 2 ദിവസം പോയപ്പോൾ അവിടുത്തെ ഗുരുമാത അവിടെ ഉണ്ടായിരുന്നു. ഗുരുമാതാവിന് അങ്ങേര് ഇപ്പോൾ എവിടെ ഇരിക്കണം ഞങ്ങൾക്ക് പോലും അറിഞ്ഞൂടാ. അപ്പോൾ നിങ്ങൾ ഇത്രയും ദൂരം കേരളത്തിന് ട്രിവാൻഡ്രം വന്ന ആൾക്ക് വെറുതെ ഇവിടെ ഇരിക്കണമെന്ന് കാട്ടിലും നിങ്ങൾ പോയിട്ട് വേറൊരു ദിവസം വന്നുകൂടെ? അങ്ങനെ ഞങ്ങൾ ഫോൺ നമ്പർ കോൺടാക്ട് നമ്പർ തരാം, ഇവിടെ വിളിച്ച് ചോദിച്ചിട്ട് ഇവിടെ വന്നാൽ മതി, വരുമ്പോൾ അദ്ദേഹത്തിന് ദർശനം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഈ ഗുരുമാതാ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഒരു ശ്രീകാന്ത് എന്ന് പറഞ്ഞിട്ട് ഈ വെങ്കടാചല അവധൂതയുടെ ഒരു ശിഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, വെങ്കടേശ്വരൻ ഒരു ദിവസം നിങ്ങളുടെ ആഗ്രഹമുള്ളത് കൊണ്ട് ഇന്ന് ഒരു ദിവസം കൂടെ നിങ്ങളിവിടെ നിന്നോ, സംശയമില്ല, ഞാൻ നിങ്ങൾ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്ത് തരാം. ഒരു പക്ഷേ ഇന്ന് കാണാൻ സാധിച്ചില്ലെങ്കിൽ നാളെ രാവിലെ പോയിട്ട് നിങ്ങൾ തിരിച്ചു വരാം, വേറെ ദിവസം പറയണമെന്ന് പറഞ്ഞു. അത് എൻ്റെ മനസ്സിന് വലിയൊരു ആശ്വാസമായിരുന്നു. കാരണം ഒരു ദിവസം എനിക്ക് കിട്ടിയല്ലോ, പക്ഷേ എൻ്റെ മനസ്സിന് നല്ല ഉറപ്പാണ് ഇദ്ദേഹത്തിനെ ദർശനം ചെയ്യാൻ പറ്റും. കാരണം എന്നെ വിളിച്ചത് അദ്ദേഹമാണ്. രാഘവാചാര്യർ മുഖേന ഹരിദ്വാറിൽ നിന്ന് ചെല്ലാൻ പറഞ്ഞ് അവിടെ വെച്ച് രാഘവാചാര്യനെ കാണാനും രാഘവാചാര്യനെ ഇദ്ദേഹത്തിനെ കുറിച്ച് പറയാനും ഇദ്ദേഹത്തെ കാണണമെന്നും പറഞ്ഞതും എൻ്റെ കൂടെ രാഘവാചാര്യ ശൃംഗേരിയിൽ ഞാൻ കണ്ട് ഇദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയത് രാഘവാചാര്യനാണെങ്കിൽ അപ്പോൾ എനിക്ക് ദർശനം കിട്ടാതെ ഇരിക്കുമോ? അല്ലേ? വിളിച്ചത് അവരാണെങ്കിൽ ദർശനം കട്ടണമല്ലോ, അപ്പോൾ കണ്ടിട്ട് പോയാൽ മതി. അപ്പോൾ 3-ാമത്തെ ദിവസം രാവിലെ ഇദ്ദേഹം ജനിച്ച വീട് അവിടെ ഒരു ഉണ്ടായിരുന്നു. അപ്പോൾ ലോക്കൽ ആളുകൾ എന്നെയും രാഘവനെയും വിളിച്ചുകൊണ്ട് പോയിട്ട് ആ വീട് കാണിച്ചു തന്നു. ഇതാണ് അദ്ദേഹം ജനിച്ച വീടാണ് എന്ന് കാണിച്ചു തന്നു. അതിൻ്റെ നേരെതിരെയാണ് ശ്രീരാമനവമി സെലിബ്രേഷൻ നടക്കുന്നത്. ശ്രീരാമയുടെ ബർത്ത്ഡേ രാമനവമി സെലിബ്രേഷൻ ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ നടക്കുന്നുണ്ട്. അപ്പോൾ ഗ്രാമത്തിലെ കുറച്ച് സ്മോൾ സ്കെയിൽ ചെറിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ അവിടെ ഞാൻ പോയപ്പോൾ ലോക്കൽ ആളുകൾ എന്ത് കേരളം എന്ന ഒരാൾ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് 12:30 മണിക്ക് പ്രസാദം കഴിക്കാൻ പറഞ്ഞു. അത് കഴിച്ചിട്ട് നിങ്ങൾ പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ 12:30 മണി വരെ എനിക്ക് അവിടെ ഇരിക്കാനുള്ള അവസരം നീട്ടി കിട്ടി. അപ്പോഴേ എൻ്റെ മനസ്സിൽ ഇദ്ദേഹത്തിന് അതിനു മുമ്പ് എങ്ങനെ എനിക്ക് കാണണം, അതിനു മുമ്പ് എങ്ങനെ കാണണം, ഗുരുനാഥ എനിക്ക് ദർശനം കിട്ടിയേ പറ്റൂ, പ്ലീസ് എന്നെ നിരാശപ്പെടുത്തരുതേ എന്നുള്ളത് മനസ്സിന് ഒരു ഏക്കം. അത് ഏക്കത്തിൻ്റെ ഡെൻസിറ്റി പറയാൻ വാക്കുകളില്ല. എൻ്റെ അടുത്ത് ഇപ്പോൾ നമ്മുടെ ഇത് കണ്ടതിന് ശേഷം ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ ഗുരുനാഥനെ കാണാൻ എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഈ ഏക്കം കൊണ്ട് ഉള്ളത് ഉള്ളിൻ്റെ ഉള്ളിൽ ഈ നാഭിയിൽ നിന്നും തുടങ്ങണം. ഇതിൻ്റെ ഈ ഏക്കത്തിൻ്റെ ഉറവിടം എന്നുള്ളത് നാഭിയാണ്. ഈ നാഭിയിൽ നിന്നാണ് അത് വരുന്നത്. പൊതുവേ എല്ലാവർക്കും അറിയാം
എന്തെങ്കിലും ഒരു വരണമെങ്കിൽ നമുക്ക് ആദ്യം അഫക്റ്റ് ചെയ്യുന്നത് ഈ നാഭ്യസ്ഥലമാണ്. അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, നമ്മൾ കുറച്ച് നേരം വയറ് ഇവിടെ അമ്മിക്ക് പിടിക്കുമല്ലോ, അതിൻ്റെ ഉറവിടം എന്നുള്ളത് ഈ നാഭ്യസ്ഥലമാണ്. അപ്പോൾ എനിക്ക് ഇദ്ദേഹത്തെ കാണാൻ പറ്റുന്നുള്ള മനസ്സ് ഓർവ്. പക്ഷേ എങ്ങനെ കാണും? അദ്ദേഹം എവിടെയാണ് ഊണ് കഴിക്കാൻ പോകാൻ ഇറങ്ങുന്നത് വരെ ഇദ്ദേഹം ആ സ്ഥലത്തെ പരിസരത്ത് വന്നിട്ടേ ഇല്ല. അപ്പം ഞാൻ വിചാരിച്ച് ഇനി കാണാൻ പറ്റില്ല. പക്ഷെ എന്നാലും എൻ്റെ മനസ്സ് പറയണത് എന്തോ പറ്റും തോന്നുന്നുണ്ട്. ഒരു ഉറപ്പ്. മണി 12:35 അവിടെ ഊണ് കഴിക്കാൻ പോകണം. അപ്പോൾ എനിക്ക് തന്നത് ഒരു അമ്പലത്തിൽ ശ്രീനിവാസ ക്ഷേത്രമുണ്ട്, അവിടുത്തെ ഒരു സ്റ്റോർ റൂം ആണ് എനിക്ക് അക്കോമഡേഷൻ തന്നെ. ആ സ്റ്റോർ റൂമിൽ ഈ കുട്ടയും ഈ തൊണ്ടും ഈ ചൂലും ഇതൊക്കെ അടുക്കി വെച്ചിട്ട് ഒരു സ്ഥലത്ത് ഇതിൽ തടച്ച് നിന്ന് അവിടെയാണ് എനിക്ക് കിടക്കണം. ഇത് എനിക്ക് തന്നു എന്നുള്ളതിൻ്റെ വിഷമമില്ല. കാരണം അറിയാം, ഞാൻ വെളിയിലാണ് കിടക്കാൻ പോയത്, വരാന്തയിലാണ് കിടക്കാൻ പോയി. അപ്പോൾ അവിടുത്തെ ലോക്കാവിന് വരാന്തയിൽ കിടക്കണ്ട, നിങ്ങൾ അകത്ത് ചെന്ന് കിടന്നു, രാത്രി നേരം വരാന്തയിൽ കിടക്കണ്ട. ശരി, അകത്ത് കിടക്കാൻ പോയപ്പോൾ കിട്ടിയത് ഈ മുറിയാണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് അതിൽ വലിയ ഒരു സങ്കടമൊന്നുമില്ല. കാരണം ഈ മുറി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 5 സ്റ്റാർ ഹോട്ടൽ പോലെയാണ്. ഹോട്ടൽ പ്രസിഡൻസി, മസ്കറ്റ് ഹോട്ടലൊക്കെ പറയുന്നത്, അതേപോലെ ഒരു 5 സ്റ്റാർ ഹോട്ടൽ അക്കോമഡേഷനാണ് ഈ എനിക്കും രാഘവനും കിട്ടിയത്. ഇതിനെക്കാട്ടിലും ഒന്നുമില്ലാത്തതാണ് ഞാൻ ഒരു ആട്ടിൻ്റെ കൂടെ കിടന്നു, ഒരു ആട്ടും മന്തയുടെ കൂടെ കിടന്നു. അത് അപ്പോൾ ആടിൻ്റെ ആ മൂത്രവും ആട്ടിൻ്റെ പുഴുക്കയും കൂടെ അതിലാണ് ഒരു ദിവസം രാത്രി എനിക്ക് കിടക്കേണ്ട നിർബന്ധം വന്നു. കിടന്നു, ആയിക്കോട്ടെ, അത് അങ്ങനെ ആയത്. അപ്പോൾ എന്ത് ചെയ്തു, രാത്രി ഇപ്പോൾ ഈ എലികളൊക്കെ ഉണ്ടല്ലോ, ഈ ചുണ്ടലിയുണ്ട്, ചെറിയ എലികളുണ്ട്, അത് വന്ന് രാത്രി കാലൊക്കെ മാന്തും. രാത്രി ഉറങ്ങാൻ പറ്റിയില്ല, കാരണം അത് അത്രയും ബേസാണല്ലോ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നേരെ വന്നിട്ട് ഇതൊക്കെ കടിക്കും. കുറേ എലിയുടെ കടിയൊക്കെ കൊണ്ടു, സാരമില്ലെന്ന്. അപ്പോൾ എലിയുടെ കടി കൊണ്ടപ്പോൾ സാരമില്ല തോന്നാൻ കാരണം നമ്മുടെ പൂന്തുറ സ്വാമികളാണ്. സബ്ജക്റ്റ് പല സ്ഥലത്തും വഴിമാറി പോകുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ സമാധിയായ പൂന്തുറ സ്വാമികളുടെ അദ്ദേഹത്തെ കുടിശ്ശേരി കാണുമ്പോൾ അതിനകത്ത് പല്ലിയുണ്ട്, പാറ്റ ഉണ്ട്, ചെറിയ എലി തൊട്ട് വലിയ എലി വരെ, പെരിച്ചാളി വരെ അതിൻ്റെ അകത്തുള്ള സഞ്ചാരമുണ്ട്. ഇതിനിടയ്ക്കാണ് അദ്ദേഹത്തിനകത്ത് രാത്രി കിടക്കുന്നത്. അദ്ദേഹം ശരീരത്തെ നോക്കാൻ പോയാൽ എലിയുടെ കടി കൊണ്ടുള്ള ശരീരമാണ്. പക്ഷേ അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ലാത്ത ഒരാളാണ് പൂന്തുറസ്വാമികൾ. പൂന്തുറസ്വാമിയുടെ അനുഭവം നമുക്ക് പിന്നെ കാണാം. ഇപ്പോൾ അവസാനം നമ്മൾ 12:35 ഊണ് കഴിക്കാൻ ഇറങ്ങണം. അപ്പോൾ രാഘവൻ ആ കഥവിന് പൂട്ടൊന്നുമില്ല, വെറുതെ ഇങ്ങനെ കുറ്റിയിട്ടിട്ട് ഇറങ്ങാൻ നേരത്തെ എൻ്റെ മുറിയുടെ താഴെ പടിക്കെട്ട് ഇറങ്ങുമ്പോൾ ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ലോക്കൽ ആളുകൾ ഓടി വന്ന് അദ്ദേഹത്തിൻ്റെ ഈ തട്ടിൽ ഈ കുങ്കുമവും ചന്ദനം ഇട്ടിട്ട് വെള്ളമൊക്കെ ഇട്ടിട്ട് ഒരു 2 വിളക്ക് വെച്ച് ഇങ്ങനെ ആർത്തി കാണിക്കും. അതിന് ഒരു പാട്ടുമുണ്ട്, സമ്പ്രദായം ഒരു പാട്ടുമുണ്ട്. ആർത്തി കാണിക്കാൻ നേരത്തെ ഒരു പാട്ടുണ്ട്. ഇതും കാണിച്ച ആളുകൾ ഒരാളുമായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അറയിൽ ഒരു ഇടുപ്പിൽ ഒരു തുണ്ടും കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളുമായിട്ട് ഇങ്ങനെ ആർത്തി കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഇറങ്ങി നോക്കിയപ്പോൾ ഇവരെല്ലാവരും കൂട്ടം കൂടി ഒന്ന് ആർത്തി കാണിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ അടുത്തുള്ള ചോദിച്ചു, ആരാണ് ഇത് അദ്ദേഹത്തിന് ആർത്തി കാണിക്കുന്നത്? ഇദ്ദേഹത്തിന് ഇവിടുത്തെ അവധൂതർ, വെങ്കടാചാര്യ അവധൂത. കരഞ്ഞതിൻ്റെ കൈയും കണക്കില്ല. ഏത് മഹാന് കാണാൻ പറ്റുമോ എന്ന് വിചാരിച്ച ആൾ എൻ്റെ മുമ്പേ വന്ന് നിൽക്കുന്നുണ്ട് ദർശനം തരാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് എൻ്റെ മുമ്പേ, എൻ്റെ പടിക്കെട്ടിന് മുമ്പേ നിൽക്കുന്നുണ്ട്. ഞാൻ എന്ത് പറയണം? പറയാനേ വാക്കുകളൊന്നുമില്ല. അദ്ദേഹത്തിന് താഴെ കണ്ടപ്പോൾ പറഞ്ഞപ്പോൾ 38 ഡിഗ്രി ടെമ്പറേച്ചറുള്ള ആ റോഡിൽ സാഷ്ടാംഗ പ്രണാമ നമസ്കാരം ചെയ്തു. 1 മിനിറ്റ് കഴിഞ്ഞ് പറയാം. എനിക്ക് 1 മിനിറ്റ്.
സോ പിന്നെ അദ്ദേഹത്തിന് നമസ്കരിച്ചു. കാലിൽ രണ്ട് ഉമ്മ കൊടുത്ത് നമസ്കരിച്ചു. കാരണം ബാക്കിയുള്ളവർക്ക് അദ്ദേഹം ശാരീരികമായിട്ട് കണ്ട ഒരു മഹാൻ അവധൂതരാണ്. പക്ഷെ ഞാൻ കണ്ടത് ശരീരമില്ലാത്ത ഒരു അവധൂതരാണ്. ശരീരം ഇല്ലാത്ത അവധൂതരെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ശരീരമില്ലാത്ത ഒരു അവധൂതരാണോ എന്നുള്ള ഒരു ചോദ്യം അവിടെ വരും. അതവിടെ നിൽക്കട്ടെ. അദ്ദേഹത്തിനെ കണ്ട് കാലിൽ രണ്ടിന് എങ്ങനെ ഞാൻ എൻ്റെ ഗുരുനാഥൻ സ്വാമി രാമാവ് കണ്ട് അന്നേ ദിവസം അതേ അനുഭവമായിരുന്നു ഈ വെങ്കടാചല അവധൂതരെ ഞാൻ കാണേണ്ടത്. സോ ഇവിടെ രണ്ടുപേർക്കും ഒരു വ്യത്യാസമില്ല. ഒരു ചൈതന്യത്തിൽ രണ്ട് ശരീരമായിട്ടേ വന്നിട്ടുള്ളൂ. ഒരേ ചൈതന്യം രണ്ട് ശരീരമായിട്ട് വന്നിട്ടുണ്ട്, രണ്ട് സ്ഥലത്തിൽ. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, എന്ത് നേടാനായിട്ട്? ഈ ചോദ്യങ്ങളൊക്കെ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉദിക്കേണ്ട കാര്യമാണ്. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, എവിടെ? ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഈ ജീവൻ, ഈ പ്രാണൻ ചത്തിൽ ഇരിക്കും തോറും നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അപ്പോൾ എന്ത് ചെയ്തു? കാല് തൊട്ട് നമസ്കാരം അങ്ങനെ തന്നെ കുനിഞ്ഞ് എൻ്റെ രണ്ട് കൈയും തൂക്കിയെടുത്ത് എൻ്റെ കൊണ്ട് നിർത്തിയിട്ട് രണ്ടുപേരും അദ്ദേഹത്തിൻ്റെ ഒരു ചിരി എന്നെ കണ്ടിട്ട് എൻ്റെ കണ്ണും കണ്ട് ചിരിച്ചപ്പോൾ എനിക്ക് എന്താണോ ആവശ്യം അത് മുഴുവനും അപ്പം തന്നെ എനിക്ക് ഊട്ടി തന്നു. തന്നെ വെച്ചാൽ ആ തന്ന ജ്ഞാനം എന്നെക്കൊണ്ട് ഇപ്പോൾ എടുത്ത് പറയാൻ പറ്റുന്നില്ല. ഏതെങ്കിലും ഒരു അവസരം കിട്ടി ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അപ്പം ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ അദ്ദേഹത്തിനെ കണ്ടു എന്നുള്ളത് കൂടെ നമുക്കിവിടെ നിർത്താം. അദ്ദേഹത്തിനെ കണ്ട് സംസാരിച്ചു, പറഞ്ഞു, വേറെ ഒന്നും പറഞ്ഞത് ശരി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഒറ്റ വാക്ക് അനുഗ്രഹിച്ചു. പിന്നെ സന്തോഷമായിട്ട് അവിടെ അവിടെ രാമനവമിയുടെ പ്രസാദം കഴിച്ചിട്ട് ഈ ശ്രീകാന്തുമായിട്ട് ഒരു നന്ദി പറഞ്ഞും കൊണ്ട് എൻ്റെ യാത്രയിൽ അവിടെ നിന്ന് ഞാൻ തിരിച്ചു. ഈ മഹാൻ, ഈ വെങ്കടാചല അവധൂതാനന്ദ ഈ മഹാനുണ്ടല്ലോ, പ്രത്യക്ഷ ചില അനുഭവങ്ങൾ ഞാനിപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ ബദരീക ആശ്രമത്തിൽ ഞാൻ മറ്റേ 10,000-4,000 കൊല്ലം മുമ്പേ ഉള്ള ഒരു സ്വാമിജിയെ കാണാനായിട്ട് ഞാൻ പോയെന്ന് പറഞ്ഞു അല്ലേ. അതേപോലെ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെല്ലാവരും കൂടെ ചേർന്ന് ഒരു വെളുത്ത വാവിന് സന്ധ്യയ്ക്ക് ഒരു പൂജ ചെയ്യണം. അപ്പോൾ ദേവിയുടെ പൂജയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പൂജയുടെ ഒരുക്കങ്ങളും ബാക്കി കാര്യങ്ങളെല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്, പൂജയൊക്കെ റെഡിയാക്കുന്നത്. അപ്പോൾ 2-3 ശിഷ്യന്മാരൊക്കെ ഈ KR പുരത്തിൽ, ബാംഗ്ലൂർ KR പുരത്തിൽ പൂ മേടിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുക. അവിടെ പൂ കാണണം എന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ KR പുരത്തിൽ ഫ്ലവർ മാർക്കറ്റിൽ പോകണം. ഒരു 50-60 അടിക്ക് പൂവൊക്കെ കുമിച്ചിട്ടിരിക്കണം. അത്രയ്ക്കും പൂ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവർ സന്ധ്യയ്ക്ക് ഇതൊക്കെ റെഡിയാക്കിയിട്ടു അവിടെ പൂവ് മേടിക്കാൻ പോയപ്പോൾ പൂവെല്ലാം ഓൾറെഡി വിറ്റ് കഴിഞ്ഞു. കാരണം അന്ന് വെളുത്ത പൂവാണ്, പല സ്ഥലത്തും അവിടെ പൂജ കഴിയുന്ന സമയമാണ്. പൂവെല്ലാം കംപ്ലീറ്റ് വിറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് മാത്രം ഒരു വയസ്സായ ഒരു ലേഡി കുറച്ച് പൂവൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗുരുനാഥർ ഇവിടെ പൂജ നടക്കുന്ന സ്ഥലത്തിൽ വെളിയിലിരിക്കണം, ഒരു കച്ചേരിയിൽ അങ്ങനെ ഇരിക്കണം. 4 പേർ കാറിൽ പൂ മേടിക്കാൻ പോയിട്ടുണ്ട്. ബാക്കി കുറേ ആൾക്കാരൊക്കെ അകത്ത് പൂജയുടെ ഏർപ്പാടും ബാക്കി കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കണം. ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് നോക്കിക്കൊള്ളണം. അപ്പോൾ ഇദ്ദേഹം ഇവിടെ ഇരിക്കണം. ഈ ഗുരു ആൾ പെർവേഡിങ് അല്ലെങ്കിൽ ഓമിനെ പൊട്ടാൻ, അതായത് സർവ്വവ്യാപീന്ന് പറയും മലയാളത്തിൽ പറയുമ്പോൾ. സർവ്വവ്യാപീന്ന് പറയേണ്ട ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഉദാഹരണം, ഈ പൂവ് മേടിക്കാൻ പേരൊക്കെ പോയിട്ടും ആ ലേഡി വയസ്സായ ലേഡി ഇവിടെ പൂവൊക്കെ ഇടും. ആ പൂവ് ലേഡിയോട് ചോദിക്കണം. ആ ലേഡി ചോദിച്ചാൽ 400 രൂപ പൂ ചോദിക്കണം. കാരണം ഞാൻ രാവിലെ 6 മണി തൊട്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ 400 രൂപയെങ്കിലും കിട്ടിയാൽ ഈ പൂവിൻ്റെ കുറച്ചെങ്കിലും എനിക്ക് കിട്ടും, ഇന്നത്തെ ഊണ് കഴിക്കാനുള്ള പൈസയെങ്കിലും കിട്ടും. ഇവർ പറഞ്ഞു ഞങ്ങളിപ്പോൾ വാങ്ങിക്കാതെ പോകും, പക്ഷേ ഈ പൂ ഞങ്ങൾ മേടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വേസ്റ്റാണ്, നിങ്ങൾ തൂറക്കളയും, അത് അഴുകി പോകുമല്ലോ, വാങ്ങിക്കാൻ ആളില്ലെങ്കിൽ കളഞ്ഞിട്ട് പോകും. അതിനെക്കാട്ടും ഞങ്ങൾക്ക് ഇപ്പോൾ 250 രൂപയ്ക്ക് തന്നൂടെ, ബാർഗെയിനിങ്.
250 രൂപയ്ക്ക് തന്നൂടെ ഞങ്ങൾക്ക് ചോദിക്കും. ആ ശരി, ആദ്യം ചോദിച്ച് നോക്കി ഇവരാരും കൊടുക്കുന്നില്ല. അവസാനം എന്ത് ചെയ്യും, ഇവർ 250 രൂപയ്ക്ക് കൊടുത്തിട്ട് സ്ത്രീ മേടിച്ചിട്ട് ഇവർ പൂവും കൊടുക്കും. ഇവർ വളരെ സന്തോഷമായിട്ട് എങ്ങനെ വലിയ ഒരു ലാഭം ഉണ്ടാക്കിയതുപോലെ സന്തോഷം. ബാലുവിന് മനസ്സിലായി കാണും എന്താണെന്നുള്ളത്. ഇതാണ് വളരെ സന്തോഷമായിട്ട് വളരെ നേട്ടം എന്ന് പറയുമല്ലോ, അച്ചീവ്മെൻറ്റ് പറയുമല്ലോ. പോയിട്ട് ഈ പൂവൊക്കെ മേടിച്ച് ഇഷ്ടം പോലെ പൂ കിട്ടി. എല്ലാം കൂടെ പറയി വണ്ടിയിലേക്ക് വെച്ചുകൊണ്ട് നേരെ അവിടെ പോയി. ഗുരുക്കളെ പൂവെല്ലാം കിട്ടി എന്ന് പറഞ്ഞിട്ട് ഡിക്കിയിൽ നിന്ന് ആ ചാക്കൊക്കെ എടുത്ത് താഴെ ഇറക്കി വെച്ചിട്ട് ഗുരുക്കൾ ഇത്രയും പൂവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ ഗുരുനാഥൻ പറയും, ഈ പൂവൊക്കെ ഇവിടെ തന്നെ ഇരിക്കട്ടെ, ഇത് ആര് പൂജയ്ക്ക് എടുത്തുകൊണ്ട് പോകണ്ടെന്ന് പറയും. ഈ കൊണ്ടുവന്ന പൂവെല്ലാം ഇന്നത്തെ പൂജയ്ക്ക് എടുക്കണ്ട. അപ്പോൾ ഒരു കാര്യം ഇവിടെ എൻ്റെ ഒരു സ്ഥലത്തുള്ള ഒരു സംശയ നിവൃത്തി ഇവിടെ വരാൻ പോകുന്നു. മഹാഭാരതത്തിൽ വാർഫീൽഡ് യുദ്ധക്കളത്തിൽ അർജുനനും കൃഷ്ണനും തേരിലിരിക്കണ അവിടെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ അന്നത്തെ യുദ്ധം ചെയ്യേണ്ടത് കർണൻ്റെ കൂടെയാണ്. അന്നത്തെ യുദ്ധം ചെയ്യേണ്ടത് കർണൻ്റെ കൂടെയാണ്. അതിൻ്റെ തലേ ദിവസം കുന്തി കർണനോട് അപേക്ഷിച്ചു, ഒരു പ്രാവശ്യം പറയും ഞാൻ ട്രൈ ചെയ്ത് നോക്കും, അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പിന്നീട് ഞാൻ ഫർദറായിട്ട് സെക്കൻഡ് ടൈം ഞാൻ അർജുനെ കൊല്ലാനായിട്ട് ഞാൻ ശ്രമിക്കില്ല എന്ന് ഒരു വാക്ക് കൊടുക്കും. കൊടുത്തിട്ട് അവിടെ നിന്ന് ദക്ഷകൻ്റെ നിർബന്ധത്തിൽ പേരിൽ നാഗാസ്ത്രമാണ് പ്രയോഗിക്കാൻ പോകും അർജുനൻ്റെ മീതെ. 100% അത് അർജുനനെ തട്ടണം. അതിന് ബാക്ക് സ്റ്റോറീസ് നിറയൊക്കെ ഉണ്ട്, നമ്മൾ അതുവരെ പോകണ്ട. അപ്പോൾ കർണൻ എന്ത് ചെയ്തു, നാഗാസ്ത്രം പ്രയോഗിക്കാൻ പോകുന്നു. അപ്പോൾ അത് റെഡിയാക്കിയിട്ട് പ്രയോഗിക്കുമ്പോൾ കറക്റ്റായിട്ട് അർജുനൻ്റെ തലയെടുക്കണം. ഇത് ദക്ഷകണ്ണം ഒരു പ്രതിജ്ഞ ഉണ്ട്, കർണനും പ്രതിജ്ഞ ഉണ്ട്, അർജുനനെ തട്ടണം എന്നുള്ളതിൻ്റെ അവർ അതിൻ്റെ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ അത് നാഗാസ്ത്രം വരാൻ നേരത്തെ കൃഷ്ണൻ എന്ത് ചെയ്യും, അങ്ങയുടെ വലത് കാലുമുണ്ട് ആ രഥത്തിൻ്റെ വലത് കട്ടവരൽ, കാലിൻ്റെ കട്ടവരലുമുണ്ട്, തള്ളവരൽ ഉണ്ട്. ആ രഥത്തിനെ പ്രസ് ചെയ്യുമ്പോൾ ആ രഥം ഭൂമിയിലേക്ക് താഴും. താഴ്ന്നപ്പോൾ എന്ത് ചെയ്തു, ആ നാഗാസ്ത്രം അർജുനൻ്റെ തലയിലെ ക്രീഡത്തിനെ തട്ടിക്കൊണ്ട് നേരെ പോകും. സെക്കൻഡ് ടൈം കർണൻ വിടത്തില്ല, അവിടെ അർജുനൻ രക്ഷപ്പെട്ടിരിക്കണം. ഇവിടെ എന്ന് വെച്ചാൽ ഈ ഗുരുനാഥ് 7 മണിക്ക് ഈ പൂ മേടിച്ചുകൊണ്ട് പോയ ഉണ്ടല്ലോ, അവർ അത് പൂജ തുടങ്ങണം. പൂജ തുടങ്ങാൻ നേരത്ത് മണി 7, ചന്ദ്രൻ്റെ ഉദയമായി കഴിഞ്ഞു. 8:45 മണിക്ക് ദീപാരാധന ആകണം. 8:45 കഴിഞ്ഞാൽ ദേവിയുടെ സ്വരൂപത്തിന് മാറ്റം വരും. നോർമലി സാത്വികമായിട്ട് ദേവി രാജസീയമായിട്ട് മാറും 9 മണിക്ക് നൈറ്റിൽ. അതിനു മുമ്പേ പൂജ തീർക്കും വേണം, ദീപാരാധന കാണിക്കണം. അപ്പോൾ ഇവരാണെങ്കിൽ പൂ വാങ്ങിച്ചിട്ട് പോയിട്ട് വരുമ്പോൾ മണി 7, ചന്ദ്രോദയം കഴിഞ്ഞു. അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു. അപ്പോൾ അവർ പറയും, ഗുരുനാഥൻ എന്തിനു വേണ്ടെന്ന് പറയണേ, ഞങ്ങൾ ബാർഗെയിൻ ചെയ്ത് 400 രൂപയ്ക്ക്. ഗുരുനാഥൻ പറയും, നിങ്ങൾ ആ സ്ത്രീയോട്, സ്ത്രീ എത്ര രൂപ നിങ്ങളോട് ചോദിച്ചു? 400 രൂപ ചോദിച്ചു. ഗുരുനാഥൻ പറയുന്നുണ്ട്, നിങ്ങൾ എത്ര രൂപ സ്ത്രീക്ക് തരാമെന്ന് പറഞ്ഞു? അവസാനം നിർബന്ധിതമായിട്ട് 250 രൂപയ്ക്ക് സാഹചര്യം ഒഴിക്കുക, നിങ്ങൾ 250 രൂപ കൊടുത്ത് ഈ പൂവും മേടിച്ചിട്ട് കൊണ്ടുപോകും. അപ്പോൾ ഗുരുനാഥ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു. ഉത്തരം പറഞ്ഞില്ല, തന്നല്ലോ. അങ്ങനത്തെ അവർ രാവിലെ 6 മണി തൊട്ട് ഈ പൂ വിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടും ഈ വിറ്റ് കിട്ടുന്ന അവരുടെ ലാഭം കൊണ്ട് വേണം അവർക്ക് അന്നത്തെ ജീവിതം കഴിയണം. നിങ്ങളെല്ലാവരും പൈസ ഇല്ലാത്തവരാണോ? എല്ലാവർക്കും ഇഷ്ടംപോലെ പൈസ ഉണ്ട്. എത്ര രൂപ പൂജയ്ക്ക് വേണ്ടി നിങ്ങൾ ചിലവഴിക്കുന്നുണ്ട്. അതിലൊരു 150 രൂപ കൂടുതൽ കൊടുത്തിട്ടാണെങ്കിൽ ആ സ്ത്രീ വളരെ സന്തോഷമായിട്ട് തരുവില്ലായിരുന്നല്ലോ, അല്ലെ? തരുന്നായിരുന്നല്ലോ. നിങ്ങളത് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഈ പൂ നമുക്ക് ഇന്നേക്ക് പൂജയ്ക്ക് വേണ്ട. അതുകൊണ്ട് ഈ പൂ ഇവിടെ തന്നെ ഇരിക്കട്ടെ, നിങ്ങൾ പൂജയ്ക്ക് ഉള്ളത് കൊണ്ട് മാത്രം പൂജ ചെയ്താൽ മതി. അപ്പോൾ ആകെ വിഷമം തോന്നും. ആകപ്പാടെന്ന് വെച്ചാൽ അവർക്ക് തല ഉയർത്താൻ പറ്റാത്തൊരവസ്ഥയായിപ്പോൾ. അപ്പോൾ ഗുരുനാഥ, നമ്മൾ തെറ്റ് പറ്റിയിട്ടാണെങ്കിൽ നമ്മൾ തിരുത്താൻ ഒരു അവസരം ഉണ്ടത്, എന്ത് ചെയ്യണം എന്ന് പറയും.
ഈ പൂവും കൊണ്ട് തിരിച്ച് ആ ലേഡി എടുത്ത് പോകണം. പോയിട്ട് ബാക്കി 150 രൂപ കൊടുത്തിട്ട് തിരിച്ച് വന്നിട്ട് പൂജയ്ക്ക് നമുക്ക് എടുക്കാമെന്നാണ്. അപ്പോഴത്തേക്കും മണി 7:15 ചന്ദ്രൻ കുറച്ചുകൂടി ഉയർന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യും? അതിന് വലത് കട്ടവിരൽ കൊണ്ട് തള്ളവിരൽ, കാലിൻ്റെ തള്ളവിരൽ കൊണ്ട് ആ ചന്ദ്രൻ്റെ മൂവ്മെൻറ്റ് നിർത്തും. പിടിച്ച് നിർത്തും. ചന്ദ്രൻ മുകളിലേക്ക് പോകുന്നില്ല. 7:15 മണിക്ക് ചന്ദ്രൻ എവിടെ ഉണ്ടായിരുന്നോ അതേ ചന്ദ്രൻ അപ്പം തന്നെ അങ്ങനെ തന്നെ നിൽക്കണം. ഇവർ നേരെ അവിടെ പോയി ആ പൂക്കാർ ലേഡിയെ കാണുമ്പോൾ അവരവിടെ നിന്ന് പോയി വീട്ടിലേക്ക് പോയി. അപ്പോൾ ലോക്കൽ ആളുടെ അന്വേഷിച്ചെടുത്ത് ആ സ്ത്രീയുടെ വീട്ടിൽ പോകും. വീട്ടിൽ പോയി സ്ത്രീ ചോദിക്കുക എന്തിനാ വന്നത്? 150 രൂപ കൈ കൊടുത്തിട്ട് ഒരു നമസ്കാരം പഠിച്ചത്, അമ്മ നിങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി, നിങ്ങൾക്ക് തരാൻ 400 രൂപ തരണമായിരുന്നോ? ഇത് ബാക്കി 150 രൂപ തന്നിട്ടുണ്ട്, സന്തോഷമായിട്ട് നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ 150 രൂപ കൊടുത്തിട്ട് ഇവർ തിരിച്ച് നേരെ വരും. തിരിച്ച് നേരെ വന്ന് പൂജ നടക്കുന്നുണ്ട്. കാരണം ഈ പൂവിനെ തിരിച്ചെടുക്കാൻ പറ്റും, കൊടുക്കേണ്ട പൈസ കൊടുത്തു കഴിഞ്ഞു. പൂവൊക്കെ എടുത്ത് പൂജയൊക്കെ കഴിഞ്ഞ് 8:45 മണിക്ക് ദീപാരാധന കഴിയണം. കറക്റ്റ് 8:45 ദീപാരാധന കഴിഞ്ഞു. ഇവരുടെ ക്ലാക്കിലെല്ലാം മണി 8:45 നിൽക്കുന്നുണ്ട്. അങ്ങോട്ട് ഓടിയില്ല ക്ലാക്ക്. ചന്ദ്രൻ പോയിട്ടില്ല. ദീപാരാധന കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം വെളിയിൽ വന്ന് നോക്കിയപ്പോൾ ഗുരുനാഥ ചന്ദ്രൻ വെച്ചു. അങ്ങനെ കാലെടുത്തിന് താമസം. ആ 9:30 മണിക്ക് ഗുരുനാഥ ചന്ദ്രൻ എവിടെ വരണോ അവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു സംശയം, കൃഷ്ണർ എങ്ങനെ അർജുനനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ തള്ളവിരൽ കൊണ്ട് ആ തേരിനെ താഴോട്ട് ഇരുത്തിയോ? ഇത് സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിരുന്നു ഈ ഗുരുനാഥൻ എന്ന് അന്ന് പഠിപ്പിച്ച് തന്നത്. അപ്പോൾ നമ്മുടെ സംശയ നിവൃത്തി ഒരു ജെന്യുവൻ ആണെങ്കിൽ, ഒരു സത്യമായ സംശയ നിവൃത്തിക്കാണെങ്കിൽ, നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ ആ ഗുരുനാഥൻ നമുക്കത് പഠിപ്പിച്ച് തരുന്നുള്ളതിൻ്റെ ഒരു ഉറപ്പാണ് ഇത്. അപ്പോൾ എനിക്ക് തന്നെ വലിയ അതിശയമായി ഇങ്ങനെയൊക്കെ. അപ്പോൾ അന്ന് എൻ്റെ സംശയ നിവൃത്തി ഇന്ന് ഇത് റെഡിയായി. അപ്പോൾ ചന്ദ്രൻ വരേണ്ട സ്ഥലത്തിൽ വന്നു, പൂജ തീരുന്നു. പിന്നീടാണ് അപ്പോൾ ഗുരുനാഥ ഞങ്ങൾ അവിടെ ബാർഗെയിൻ ചെയ്തത്. അപ്പോഴും ഈ ശിഷ്യന്മാർക്ക് ആരും ഗുരുനാഥനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല. സത്യം അതാണ്. അങ്ങേരെ മനസ്സിലാക്കാൻ അവസരം കൊടുക്കാത്തതാണോ ഇവർ മനസ്സിലാക്കാത്തതാണോ ഒന്നും പറയാൻ പറ്റില്ല. ഇത് എങ്ങനെ ഗുരുനാഥ സാധിച്ചു? ഞങ്ങൾ അവിടെ ബാർഗെയിൻ എത്ര കിലോമീറ്റർ ദൂരെയാണ് ഇരിക്കുന്നത്, ഇതൊക്കെ നടക്കുമോ? ഗുരുനാഥൻ ഒന്നും മിണ്ടിയില്ല. ഇതൊക്കെ നടക്കും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം അദ്ദേഹം കാണിച്ചു കൊടുത്തിട്ട് ഇവർ പൂജയൊക്കെ കഴിഞ്ഞു. ഇതെല്ലാം കംപ്ലീറ്റ് റെഡിയായി അവരവരുടെ പാട്ടിൽ പോയി. സോ ഇങ്ങനെയൊക്കെ ഇവരെ കൊണ്ട് സഹായിക്കാൻ പറ്റും എന്നുള്ളതുണ്ട്. ഇതേപോലെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ, ഒരു ഫോളോവർ ശിഷ്യൻ എന്ന് പറയും, ഒരു ശ്രീനിവാസൻ. ഇദ്ദേഹം പറഞ്ഞ് പെട്ടെന്ന് നിങ്ങൾ നാളെ രാവിലെ ബദ്രിനാഥിൽ ഒന്ന് പോകണം. ബദ്രിനാഥിൽ പോയിട്ട് നിങ്ങൾ താമസിക്കേണ്ടത് ജോഷിമഠത്തിൽ താമസിക്കുക. അവിടെ പോയി താമസിച്ചിട്ട് അടുത്ത ദിവസം രാവിലെ 6 മണിക്ക് ഒരു 64 ആപ്പിൾ മേടിക്കണം. മേടിച്ചിട്ട് കാറിൽ ഫ്രണ്ട് സീറ്റിൽ ഈ ശ്രീനിവാസൻ ഇരിക്കണം. ബാക്കി 2 പേർ ബാക്ക് സീറ്റിൽ ഇരുന്നാൽ മതി. ഈ 6 മണിക്ക് നിങ്ങൾ യാത്ര തുടങ്ങാൻ നേരത്തെ നിങ്ങൾ പോകുന്നവരെല്ലാം ഓരോ സന്യാസിയെ കാണും തോറും ഇവിടുന്ന് ഓരോ ആപ്പിൾ എടുത്തിട്ട് അവരുടെ കയ്യിൽ കൊടുത്ത് അവർ നമസ്കരിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ഗുരുനാഥൻ അവർക്ക് ഒരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുത്തു വയ്ക്കും. അപ്പോൾ ഇവർ നേരെ അവിടെ പോയി ജോഷിമഠ ഫ്ലൈറ്റ് പിടിച്ചു. അവിടെ നിന്ന് കാറെടുത്ത് നേരെ ജോഷിമഠത്തിൽ പോയി അവിടെ താമസിച്ചു. അടുത്ത ദിവസം രാവിലെ കൃത്യം 6 മണിക്ക് ഇവർ റെഡിയായി. ഇത് 64 ആപ്പിൾ മേടിച്ച് റെഡിയാക്കി വെച്ചിട്ട് നേരെ പോയപ്പോൾ ആദ്യം ഒരു സ്വാമിജിയെ കണ്ടു, ഒരു ആപ്പിൾ കൊടുത്തു. അടുത്ത ഒരു സ്വാമിജിയെ കൊണ്ട് ഒരു ആപ്പിൾ കൊടുത്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. കറക്റ്റ് 64 ആപ്പിളേ ഇരിക്കാവൂ. ഒന്ന് കൂടുതലും പാടില്ല, ഒന്ന് കുറവും പാടില്ല. ഇത് പോകുന്ന സമയത്തിൽ അപ്പോൾ ഗുരുനാഥർ പറയും, അപ്പോൾ ഇപ്പോൾ 32 പേർക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഗുരുനാഥർ ഇരിക്കുന്നത് ചിക്കമംഗളൂർ ഡിസ്ട്രിക്റ്റിൽ, ഇവർ ഇരിക്കുന്നത് ബദ്രികാശ്രമത്തിൻ്റെ അടുത്താണ് ഇരിക്കുന്നത്.
അപ്പോൾ ഇവിടെ ശിഷ്യനെ കുറിച്ച് ഫോൺ വിളിച്ച് ചോദിക്കുമ്പോൾ ഗുരുനാഥ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർ 32 ആപ്പിൾ കൊടുത്ത് കഴിഞ്ഞു എന്നുള്ള ഗുരുനാഥൻ എങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്? ഇറ്റ് ഈസ് അണ്ടർ എക്സാമ്പിൾ. അപ്പോൾ ഇവരെല്ലാവർക്കും 64 പേരും കൊടുത്ത് തീർക്കുന്നുണ്ട്. തിരിച്ച് പറയും നിങ്ങളുടെ തീർന്ന ഉടനെ പറയും നിങ്ങളെല്ലാം കൊടുത്ത് തീർന്നല്ലോ, അപ്പോൾ ഇനി ബദ്രീനാരായൺ ദർശനം ചെയ്തിട്ട് അടുത്ത ഫ്ലൈറ്റിൽ നിങ്ങൾ തിരിച്ചു വന്നോ ഇന്ന് ഗുരുനാഥൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. ഇവർക്ക് അതിനെക്കുറിച്ച് ഒരു പിടിയും കിട്ടുന്നില്ല. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? ഇതെങ്ങനെ നടക്കുമോ? അപ്പോഴും ഗുരുനാഥനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല. അവസരം കൊടുക്കാത്തതാണോ മനസ്സിലാക്കാൻ ഇവർക്ക് പറ്റാത്തതാണോ എന്നുള്ളത് നോ ആൻസർ. ഇവർ അടുത്ത ദിവസം ഫ്ലൈറ്റൊക്കെ പിടിച്ച് ഗുരുനാഥൻ എന്ത് ഗുരുനാഥൻ അങ്ങനെ ചെയ്യാൻ പറഞ്ഞതെന്ന് വെച്ചാൽ 64 പേര് അവധൂതന്മാരാണ്. ദർ ഇൻകാർണേഷൻ ഓഫ് ദ ഡിവൈൻ. ആ ദിവ്യശക്തിയുടെ അവതാരമായിട്ട് അതിൻ്റെ അകത്ത് പോകുന്നതാണ്. അവരുടെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടണമായിരുന്നു. അപ്പോൾ അത് ആരൊക്കെ 4 പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ പാടില്ല, അത് ഞാൻ പറഞ്ഞു തരാൻ പാടില്ല. കൊടുത്തല്ലോ, അതിന് എന്തെങ്കിലും റിസൾട്ട് കിട്ടും, അത്രയ്ക്കും മതി എന്ന് പറഞ്ഞിട്ട് അവർ കൊടുത്ത ഇതൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് സ്റ്റണ്ടായി പോകും. അറ്റ്ലീസ്റ്റ് ഈ മഹാന്മാരെ കണ്ട് ദർശനം ചെയ്ത് നമസ്കരിച്ച് കൊടുക്കാനുള്ള അവസരമെങ്കിലും കിട്ടിയല്ലോ. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഇവരൊക്കെ എങ്ങനെ സഹായിക്കുന്നുണ്ട്? സെയിം തിങ്. അങ്ങനെ ഓരോ അനുഭവം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ഒരു മഹാൻ എടുത്തിട്ട് പോകും. അദ്ദേഹം ഒരു ഉദ്ദേശിക്കും ഈ ഭക്തന്മാർക്ക് ഓരോ സ്ഥലത്തും പോയിട്ട് ഓരോ മഹാന്മാർ സമാധി ആയവരൊക്കെ പോയിട്ട് അവിടെ പാതുകയൊക്കെ ഉണ്ടല്ലോ, പെട്ടൽസ്, ഉടൻ പെട്ടൽസ് ഉണ്ട്, പാദരക്ഷയൊക്കെ പറയുമല്ലോ, അതിനെ ദർശനം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുകളൊക്കെ വരും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇവർക്ക് വേണ്ടി ഒരു പാതുകാ മണ്ഡപം നമുക്കിവിടെ റെഡിയാക്കി കൊടുത്താലോ. ഈ എല്ലാ മഹാത്മാരുടെ ഈ ഒരു പാതുകാ മണ്ഡപം നമുക്കിവിടെ റെഡിയാക്കി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പ്രഥമ ശിഷ്യൻ വിക്കു എന്ന് പറയും, വിവേക് പറയും നമുക്കിവിടെ പാതുകാ മണ്ഡപം കൊണ്ട് കൺസ്ട്രക്ഷൻ ചെയ്യണം. അതിന് എന്താ ഗുരുനാഥൻ പറഞ്ഞാൽ മറുവാക്കില്ല. ഉടനെ അവർ ആളെ വിളിച്ചു സ്ഥലമൊക്കെ റെഡിയാക്കി പാതുകാ മണ്ഡപം കൺസ്ട്രക്ഷനൊക്കെ അതിൻ്റെ ഫോട്ടോ ഞാൻ തരാം. കൺസ്ട്രക്ഷനായി പാതുകാ മണ്ഡപമൊക്കെ എല്ലാം റെഡി. അപ്പോൾ ഇനി ഈ പാതുകയെ അവിടെ കൊണ്ടുവരണമല്ലോ. ഈ ഓരോ മഹാന്മാരുടെ പാതയെ കൊണ്ടുവരണം. ഈ പാതയെ എങ്ങനെ കൊണ്ടുവരും? ഈ പാതകയ്ക്ക് എങ്ങനെ കൊണ്ടുവരണം അവിടെ? അപ്പോൾ ഇദ്ദേഹം പറയും നിങ്ങൾ അതിനു വേണ്ടി വിഷമിക്കേണ്ട, ഈ ഉടൻ പാതുകയൊക്കെ കൊണ്ടുവന്നിട്ട് ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ, ഇത് അവിടെ നിന്ന് കൊണ്ടുവന്ന ബോക്സാണ്. ഇതുപോലെ ഓരോ ബോക്സിൽ ഓരോ ഗുരുക്കന്മാരുടെ ഓരോ പാതുക 2 പാതുക അതിൻ്റെ അകത്ത് വയ്ക്കും. വെച്ചിട്ട് അതിൻ്റെ താഴെ പേരെഴുതി വയ്ക്കും. ഇത് സദാശിവ ബ്രഹ്മേന്ദ്രാണ്, ശങ്കരാചാര്യരാണ്, രാമകൃഷ്ണ പരമഹംസരാണ്, അക്കൽക്കോട്ട് സ്വാമി സമർത്ഥ രാമദാസ്, ഇതൊക്കെ പേരെഴുതി വയ്ക്കും. അപ്പോൾ പേര് വെച്ച് അവരുടെ ആ മുഴുവൻ പവറുണ്ടല്ലോ അതിൻ്റെ അത്രയും ഈ പാതുകയിലേക്ക് അങ്ങേര് അവരോട് പെർമിഷൻ്റെ കൂടെ അവരെ കൊണ്ട് തന്നെ ഇതിനകത്ത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒരു പാതുക പെട്ടലിന് എത്രമാത്രം പവറുണ്ട് എന്നുള്ളത് മനസ്സിലാക്കും. ഇതേ ഉദാഹരണം വേറൊരു ഒരു ഇൻസിഡൻറ്റ് വരുന്നുണ്ട്, ബട്ട് ഇത് അപ്പോൾ ഇതേ എന്ത് ചെയ്യും, ഈ 64 മഹാന്മാരുടെ പാതുകയെ ഓരോന്നായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് അതാത് മഹാന്മാരെ ഓരോരുത്തരായിട്ട് അവിടെ അവരുടെ പവർ ഇൻവോക്ക് ചെയ്തു. ഇതിൽ 2 പേർ മാത്രം സമ്മതിച്ചില്ല. ഒന്ന് ശൃംഗേരിയുടെ ചന്ദ്രശേഖര ഭാരതി സ്വാമികൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, അത് അഭിനവ പരമശിവേന്ദ്രൻ സദാശിവേന്ദ്രൻ പറഞ്ഞ ഒരു ടൈറ്റിൽ വാങ്ങിച്ചാണ് അദ്ദേഹം. 2 സമർത്ഥ രാമദാസ്, സ്വാമി ശിവാജിയുടെ ഗുരുനാഥ മഹാരാഷ്ട്രയിൽ, അദ്ദേഹത്തിൻ്റെ പാതുകയും ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ അവർ സമ്മതിച്ചില്ല. അദ്ദേഹം ഇദ്ദേഹം ചോദിക്കും എന്തിനാ ഇതൊക്കെ, അവർ വേണമെങ്കിൽ ഇവിടെ വന്ന് തൊഴാനോ അവിടെ നിന്ന് മാനസികമായിട്ട് തൊഴുതാൽ പോരെ, ഈ പാതയിലേക്ക് നമ്മുടെ പവരൊക്കെ അവിടെ കൊണ്ടു കിടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന് ഇദ്ദേഹം ഡയറക്റ്റായിട്ട് കോൺവെർസേഷൻ നടത്തുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പവറെ വ്യാഖ്യാനിക്കാൻ വാക്കുകളില്ല, അബ്സല്യൂട്ട്ലി നോ വേർഡ്സ്. അങ്ങനത്തെ
2010 വരെ ജീവിച്ചിരുന്ന ഒരു മഹാനുണ്ട്. 2010 ജൂലൈ 29 അദ്ദേഹം സമാധിയാകുന്നത്. ഗുരു പൗർണമിയുടെ 5-ാം ദിവസം. ഞാൻ 2010 മാർച്ചിൽ ദർശനം ചെയ്തു. മാൻസരോവർ കൈലാസ് പോയിട്ട് തിരിച്ച് വന്നിട്ട് അദ്ദേഹം ദർശനം ചെയ്യാൻ അവിടെ പോയപ്പോഴാണ് അദ്ദേഹം സമാധിയായെന്ന് പറഞ്ഞു. പിന്നെ സമാധിയിൽ പോയി അവർ കുറച്ച് ദിവസം ഇരുന്നു. അപ്പോൾ ഇദ്ദേഹം പറയാം, അതല്ല, നാം ഭക്തന്മാർക്ക് ഒരു അവസരം ചെയ്ത് കൊടുക്കണം, ഇത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, അതുകൊണ്ട് നോ എന്ന് പറയരുത്, എനിക്ക് വേണ്ടി ശരിയെന്ന് പറയണം. ശരിയെന്ന് പറഞ്ഞിട്ട് പിന്നീടാണ് അവരുടെ ആ പവർ ആ പാതയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ആ പാതുകാ മണ്ഡപം ക്രിയേഷൻ ആണ്. അപ്പോൾ എല്ലാവരും അവിടെ ഇപ്പോഴും എല്ലാ കൊല്ലവും ഓരോ 3 മാസം ഒരിക്കൽ അവരുടെ ഡിസൈപ്പിൾ എല്ലാവരും അവിടെ പോയിട്ട് ഈ പാതുക പൂജകളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഒരു അങ്ങനെ ഒരു വലിയ ഒരു കാര്യം അദ്ദേഹം. അതേപോലെ ചന്ദ്രശേഖര ബാലസ്വാമിയുടെ ഭാവസമാധി പല സ്ഥലത്തും അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം ഒരു അവധൂത വൃത്തിയാണ്. ഇന്ന് ശൃംഗേരിയിലും ശങ്കരാചാര്യരുടെ ഇടയ്ക്ക് അറിയപ്പെടുന്ന ജീവൻ മുക്തൻ എന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ ചന്ദ്രശേഖര ബാലസ്വാമി. ജീവൻ മുക്തൻ, വൈൽ ലിവിങ് ഇൻ ദ വേൾഡ് അറ്റൈൻഡ് മുക്തി അറ്റൈൻ ചെയ്ത ഒരാളാണത്. അതുകൊണ്ടാണ് ജീവൻ മുക്തൻ എന്ന് അദ്ദേഹത്തിന് ഒരു ടൈറ്റിൽ കിട്ടാൻ കാരണം. വേറെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ജീവൻ മുക്തൻ ഇന്നും ശൃംഗേരിയിൽ ജീവൻ മുക്തനായുള്ള ചന്ദ്രശേഖര ബാലസ്വാമി പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പേര് ഫസ്റ്റ് റെഫറൻസ് വരും, ഇദ്ദേഹത്തിൻ്റെ സമാധിയാണെന്നൊക്കെ പറയും. സോ അത്രയ്ക്കും ഉള്ള ഒരു മഹാനൻ്റെ ഒരു ഭാവസമാധി ഇദ്ദേഹം എല്ലാ സ്ഥലത്തും, ഏകദേശം ഇന്ന് കർണാടക ഒട്ടുമൊത്തം നിങ്ങൾ എവിടെ പോയിരുന്നാലും അവർ വീട്ടിന് അണ്ടർഗ്രൗണ്ടിൽ ഒരു ഭാവസമാധി കെട്ടിവെച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും അവിടെ പൂജയും ബാക്കിയൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ പോയ 10-20 സ്ഥലം വീട്ടിൽ പോയവരെല്ലാവരും വീട്ടിലും അണ്ടറിൽ ഭാവസമാധി വെച്ചിട്ടുണ്ട്. സോ ഗുരുഭക്തി എന്നുള്ളത് അവരെ കണ്ട് പഠിക്കണം. ഹൗ ദേ എബൈഡ് ദ ഗുരു, എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഇത് അടുത്തത്. അപ്പോൾ അങ്ങനത്തെ ഒരു മഹാൻ 2010 ജൂലൈ 29 അദ്ദേഹം സമാധിയായി. അദ്ദേഹത്തിൻ്റെ സമാധിയും ഞാൻ നേരത്തെ ഹരിദ്വാറിൽ ഒരു സമാധിയുടെ എങ്ങനെയൊക്കെ ഇതൊക്കെ വെളിയിൽ പോകുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. അദ്ദേഹത്തിന് സമാധി അതേപോലെ സംഭവിച്ചിട്ടുണ്ട്. അത് അങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ദൃക്സാക്ഷികളൊക്കെ ഉണ്ട്. അത് ക്ലിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് കാണാം. നേരത്തെ പറഞ്ഞു ഇത് കാണാം. സോ വെങ്കടാചല അവധൂതയുടെ ചരിത്രം ഇവിടെ വെച്ച് ഇത് പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സെലക്റ്റായിട്ട് 1-2 കാര്യം. 1 എനിക്ക് ദർശനം ചെയ്ത് കിട്ടിയ കാര്യം, 2 ഈ പാതുകാ മണ്ഡപം, 3 ആ പൂജയൊക്കെ തരാം. അപ്പോൾ ഒരു മഹാൻ വിചാരിച്ചാൽ ഈ സൗരമണ്ഡലം മുഴുവനെയും നമ്മുടെ കയ്യിൽ കീഴടക്കാൻ സാധിക്കും. അത് അഹങ്കാരം കൊണ്ടല്ല, അഭ്യർത്ഥന കൊണ്ടാണ്, റിക്വസ്റ്റ് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇയാളെ ജരാസന്ധനാണോ വ്രതം ചെയ്യാൻ വേണ്ടി സന്ധ്യയ്ക്ക് ആ സൂര്യനെ മറയ്ക്കുന്നുള്ളൂ, അതെ, കൃഷ്ണനെ മറയ്ക്കുന്നുള്ളൂ. അതെങ്ങനെ നടക്കുന്നുള്ളൂ അല്ലേ? ഒരു ക്ഷണം നേരം കൊണ്ടും ആ സൂര്യൻ മുഴുവനും സന്ധ്യ പോലെ മറയുന്നുണ്ട്. അതേ സെക്കൻഡ് മുഴുവനും മാറിയിട്ട് വീണ്ടും ആ സൂര്യൻ വരുമ്പോഴാണ് സന്ധ്യ ആയില്ല എന്നുള്ളത് കാണിക്കുന്നത്. അപ്പോൾ മഹാന്മാർക്ക് വിചാരിച്ചാൽ എന്തും ചെയ്യാൻ സാധിക്കും. അത് അന്ന് എനിക്കൊരു സംശയമുണ്ടായിരുന്നു, അത് മാജിക്കാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് വെങ്കടാചലയ അവധൂത അത് കാണിച്ചപ്പോൾ അത് സത്യമാണെന്നുള്ളത് എന്നെക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ചില സംശയങ്ങളൊക്കെ എങ്ങനെ മഹാന്മാർ അത് പ്രൂവ് ചെയ്ത് കാണിക്കുന്നു എന്നുള്ള ഒരു ഉദാഹരണം. അത് എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും സാധിക്കും. പക്ഷേ നിങ്ങളത് തയ്യാറാണോ? അതിൻ്റെതായ എല്ലാ രീതിയിലും നിങ്ങൾ തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഫിംഗർ ടിപ്സിൽ കിട്ടും. അതിൽ ഒരു സംശയമില്ല. 2 ശൃംഗേരി ശങ്കരാചാര്യരെ ഈ ചന്ദ്രശേഖര ഭാട്ട് സ്വാമികളെ ഒരു സുബ്രഹ്മണ്യ അയ്യർ എന്ന് പറഞ്ഞൊരു സ്വാമികൾ കാണാൻ പോകുന്നുണ്ട്. കാണാൻ പോയിട്ടപ്പോൾ അപ്പോൾ അദ്ദേഹം ചോദിക്കും, സുബ്രഹ്മണ്യ അയ്യർ എന്തിനെ ഇത്രയും ദൂരം മെനക്കെട്ട് ഇവിടെ വന്നു? വരേണ്ട ആയിരുന്നല്ലോ
എന്ന് പറഞ്ഞു. അല്ല, ഇദ്ദേഹത്തിനെ കാണുന്നും തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്നു. ഞാൻ എൻ്റെ പാദരക്ഷ ഞാൻ തന്നിട്ടുണ്ടല്ലോ, അത് നിങ്ങളുടെ വീട്ടിലിരിക്കുന്നല്ലേ. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ എൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത്രയും ചോദിച്ച് വരേണ്ട കാര്യമില്ല. അത് വരാതിരുന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തു. ഇങ്ങനെയൊക്കെ ഒരു സംശയം. അതെങ്ങനെയാണെന്ന്, ആ പാദരക്ഷ എവിടെ ഉണ്ടോ അവിടെ ആ ഗുരുക്കന്മാർ പരിപൂർണമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്, നിസ്സംശയം. അപ്പോൾ ഇത്രയും ഇരിക്കുമ്പോൾ, സൗകര്യങ്ങളിരിക്കുമ്പോൾ മെനക്കെട്ട് ഇതുവരെ വരേണ്ട കാര്യം ഇല്ലാതിരുന്നല്ലോ എന്ന് പറയും അദ്ദേഹം. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഒരു പാദരക്ഷയ്ക്ക് എത്രമാത്രം പവർ ഉണ്ടെന്നത്. അപ്പോൾ ഈ സംഭവം ഞാൻ കേട്ടപ്പോൾ നോർമലി എനിക്കൊരു ഇതെങ്ങനെ ഒരു സംഭവിക്കുമോ, പാദരക്ഷയോട് സംസാരിക്കാൻ പറ്റുമോ, ഒരു സംശയം എനിക്ക് ഉണ്ടായിരുന്നു. ഡൗട്ടല്ല, സംശയം എന്ന് വെച്ചാൽ സംഭവിക്കുമോ എന്നുള്ള ഒരു ചോദ്യം, ഡൗട്ടൊന്നും പറയാൻ പറ്റില്ല, ഒരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ മൈസൂരിൽ ലാണാ ശാസ്ത്രികൾ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം നേരിട്ട് പരിപൂർണ്ണ അനുഗ്രഹം കൊടുത്ത ഒരാളാണ് ഈ ലാണാ ശാസ്ത്രി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇദ്ദേഹത്തിന് ഒരു പാദരക്ഷ ഉണ്ട്, കൊടുത്തു വച്ചിട്ടുണ്ട്. അത് നിത്യപടി പൂജയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനെ കാണാനും ഇദ്ദേഹത്തെ പാദരക്ഷ പൂജ ചെയ്യാനുള്ള അവസരം എനിക്ക് കിട്ടി. അപ്പോൾ അവിടെ തന്നെ പോയി കുളിച്ചിട്ട് ആ പാദരക്ഷയ്ക്ക് പൂജ ചെയ്ത്, ഈ ഗുരു പാദരക്ഷയ്ക്ക് അതിൻ്റെതായ ചില പ്രൊസീജിയറൊക്കെ ഉണ്ട്. അപ്പോൾ പാദരക്ഷയ്ക്ക് പൂജ ചെയ്തു. അപ്പോൾ പൂജ ചെയ്യാൻ നേരത്തെ ഇരുന്നപ്പോൾ, അപ്പോൾ നീ എൻ്റെ അടുത്ത് വന്നു അല്ലേ, ഇനി എല്ലാം നേരെ നടക്കും, നീ ഒന്നും കൊണ്ടും നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആ പാദരക്ഷയിൽ നിന്നും എനിക്കൊരു ഇൻസ്ട്രക്ഷൻ കിട്ടി. അപ്പോൾ ഈ പാദരക്ഷ സംസാരിക്കുമോ എന്ന് മറ്റേ സുബ്രഹ്മണ്യരുടെ മനസ്സിൽ വന്ന ആ ചോദ്യം ഈ അടുത്ത് ഇരുന്നപ്പോൾ, നീ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞല്ലോ അല്ലേ, ഇനി ഒന്നും കൊണ്ടും വേണ്ട. അപ്പോൾ ആ വാക്കുകൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇറ്റ് ഈസ് റീപ്രൊഡ്യൂസിങ്. അപ്പോൾ ആ പാദരക്ഷ സംസാരിക്കുമോ എന്നുള്ളതിൻ്റെ കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ഇങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടിയല്ലോ, പാദരക്ഷയെ തൊട്ട് നമസ്കരിച്ച് അത് പൂജ ചെയ്യാനൊരു അവസരം കിട്ടി, അത് പാഴാക്കരുതെന്ന് പറഞ്ഞിട്ട് വിട്ട് നമസ്കരിച്ച് പറഞ്ഞു, സ്വാമിജി എനിക്ക് ഇത്രയും മതി, ഇനിയുള്ള ജീവിതം ഇതല്ലാതെ വേറെ ഒരു ജീവിതത്തിന് എൻ്റെ പൂജ പോകാനായിട്ട് ഇടവരുത്തരുത്, എനിക്ക് അത് എന്നെ അനുഗ്രഹിക്കണം, എനിക്ക് അതിൻ്റെ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ. സോ അതിന് ഒരു ഉദാഹരണം, എക്സ്പ്ലനേഷൻ, ഒരു ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ഒരു ആൻസറാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ലാണാ ശാസ്ത്രികളുടെ അവിടെ പോയത്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സച്ചിദാനന്ദ ശിവ അഭിനവ സ്വാമികൾ ഭാരതി മഹാന്റെ രൂപത്തിൽ എനിക്ക് ദർശനം തന്നു. അതിന് ശേഷം ഞാൻ ശൃംഗേരിയിൽ ഒരു വിശ്വനാഥ ഭട്ട എന്ന് പറഞ്ഞിട്ട് ഒരാളിനെ പരിചയപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞാൻ താമസിച്ചത്. ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ അദ്ദേഹത്തെ വീട്ടിൽ ഒരു പാദരക്ഷമുണ്ട്. ഈ പൂജയൊക്കെ കഴിഞ്ഞിട്ട് ചോദിച്ചു ഇത് ആരുടെ പാദരക്ഷയാണ് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് ശിവ അഭിനവ നരസിംഹസ്വാമിയുടെ പാദരക്ഷയാണ്. ഏത് ഗുരുവായുടെ ദർശനമാണ് എനിക്ക് കിട്ടിയോ അതേ ഗുരുവിൻ്റെ പാദരക്ഷയാണ് അവർ നിത്യപടി പൂജ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറഞ്ഞു, എനിക്ക് പൂജ ചെയ്യാൻ പെർമിഷൻ ഉണ്ടോ ചോദിച്ചു. അതിനെന്ത്, കുളിച്ചിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും കുളിച്ചിട്ട് അവിടെ പോയിട്ട് ആ പാദരക്ഷ മുഴുവനും എന്തൊക്കെ ഗുരുധ്യാനം ചെയ്ത് ചെയ്യാൻ പറ്റുമോ ആ പാദരക്ഷയ്ക്ക് മുഴുവനും പൂജ ചെയ്ത്, അപ്പോൾ അവിടെയും ആ ഗുരുനാഥർ നമ്മളെ അനുഗ്രഹിച്ചു അല്ലേ. അപ്പോൾ ഇതൊക്കെ പോസിബിളാണ് കേട്ടോ. ഇത് എനിക്ക് കിട്ടിയത് എന്തുകൊണ്ട് ഞാൻ ഈ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്കും ഈ അവസരം കിട്ടും, 100% അവസരം കിട്ടും. പക്ഷേ നിങ്ങൾ ആ അവസരത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കണ്ടേ. മനസ്സുകൊണ്ടും നിങ്ങൾ തയ്യാറായിട്ട് ഇരിക്കണം. ബാക്കി ഒന്നും നോക്കണ്ട. പ്രത്യേകിച്ച് പലർക്കും കിട്ടി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അഥവാ കിട്ടിയില്ലെങ്കിലും ബി റെഡി, ഗുരു വരും, നിങ്ങൾക്ക് അതിൻ്റെ അനുഗ്രഹം തരും. അതുകൊണ്ട് യാതൊരു കാരണം കൊണ്ടും വിഷമിക്കണ്ട എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മുടെ ചക്കരായപട്ടണ വെങ്കടാചല അവധൂതരുടെ
അതിൻ്റെ പല മഹാത്മ്യമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം കൂടെ പറഞ്ഞാൽ ഒരു സ്റ്റോറി പോലെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രം ഞാൻ പറഞ്ഞു. ഇന്ന് ഭാരതദേശത്തിലുള്ള സകല ശങ്കരാചാര്യരും അവധൂതരെ കാണാനായിട്ട് ചിക്കമംഗളൂർ വരുമായിരുന്നു, കണ്ടുമായിരുന്നു. അദ്ദേഹത്തിന് അനുഗ്രഹം മേടിച്ച് പോയിട്ടുണ്ട് എന്നുള്ളത് പരമാർത്ഥ സത്യം ഞാൻ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ കുറിച്ചുള്ള കാരണം എൻ്റെ അനുഭവം, മൈ എക്സ്പീരിയൻസ് വിത്ത് ചക്രായപട്ടണം അവധൂത ഇവിടെ വെച്ച് അത് പൂർണ്ണമാകുന്നുണ്ട്.